ഹായ് നെക്സ്റ്റ് നിങ്ങൾ ചോദിച്ച ചാപ്റ്റർ പ്രോബബിലിറ്റി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. പ്രോബബിലിറ്റിയിൽ ഒരു റിസ്ക് ഉണ്ട്. ഒരു റിസ്ക് എലിമെൻ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ പഠിക്കണം കേട്ടാ. ടോട്ടൽ 15 സ്ലൈഡ് ഉണ്ട്. 15 സ്ലൈഡിൽ എനിക്ക് തോന്നുന്നു ഓവറോൾ ഒരു 10 ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ടോട്ടൽ ബേസ് തിയറം വരെ 10 ക്വസ്റ്റ്യൻ. ബേസ് തിയറം നമുക്ക് ഓൾറെഡി വന്നു മോഡൽ എക്സാമിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതാണ് ബേസ് തിയറത്തിൻ്റെ പ്രത്യേകത. പക്ഷേ മെയിൻ എക്സാമിന് ബേസ് തിയറം വരണമെന്ന് നിർബന്ധമില്ല എന്നാണ് എൻ്റെ ഒരു പ്രവചനം. കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവരുടെ ഒരു ലെവൽ വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണത്. മറ്റുള്ളവർക്ക് ചിലപ്പം ബേസ് തിയറം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. പക്ഷേ ബേസ് തിയറം ഓവറോൾ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ്. പക്ഷേ ബേസ് തിയറം വരാൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ. പക്ഷേ ബേസ് തിയറം എനിക്ക് തോന്നുന്നു മെയിൻ എക്സാമിന് വന്നോളന്നില്ല. അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ വരാൻ സാധ്യതയുള്ള ഒട്ടനവധി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടും പാടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു. ഇതൊന്നും നിങ്ങൾ ഓൾറെഡി ചില ക്വസ്റ്റ്യൻസുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ചില യൂട്യൂബ് ചാനലുകളിലൊന്നും ഇതിലെ സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാ ക്വസ്റ്റ്യനും ഇല്ല. ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചില ക്വസ്റ്റ്യൻസ് ഒന്നും വർക്ക് ചെയ്തിട്ടേ ഇല്ല. വൺ ഷോട്ട് വീഡിയോ, ലാസ്റ്റ് മൊമെൻറ്റ് വീഡിയോ അതിലൊന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടോ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ചിലപ്പം നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിലുള്ള ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് കാണാനും സാധ്യതയുണ്ട്. സാധ്യത എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു 99% ആണ്. 99%, 1% ആർക്കും പ്രവചിക്കാൻ സാധ്യതയില്ല. 99% എനിക്കും പ്രവചിക്കാൻ സാധ്യതയുള്ളൂ. 1% ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മേലെ ഏത് ലെവലിൽ വേണം അവർ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ എത്ര പോയാലും അവരുടെ ഒരു ഇൻ്റലിജൻസ് ഉണ്ടാവില്ല. അത് നമുക്ക് അളക്കാൻ പറ്റുമല്ലോ. പലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സമാധാനമായിരിക്കുക. ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് കണ്ടോ, നാളത്തെ എക്സാം എഴുതിക്കോ, നിങ്ങൾക്ക് സമാധാനം കിട്ടും. എക്സാം അടിപൊളിയിൽ എഴുതാൻ പറ്റും. ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളെ സുഹൃത്തുക്കളിലോട്ടൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അവർക്കൊന്ന് കണ്ടോട്ടെ പാവം ലാസ്റ്റ് സമയത്ത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഒരുപാട് കാര്യങ്ങൾ ഇതിന് ശേഷം വരുന്നുണ്ട്. നാളെ അത് എക്സാമിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. ഏറ്റവും ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഞാൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് നോക്കാം. നാളത്തെ എക്സാം കഴിഞ്ഞ് ഏറ്റവും മുന്നേ നിങ്ങളുടെ മുന്നിലോട്ട് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഞാൻ വരും. നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത്, ഈ പ്രവചനങ്ങൾ കാര്യങ്ങൾ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ ഇല്ലയെന്നൊക്കെ നമുക്ക് നാളെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സമാധാനമായിട്ടിരിക്കുക. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് എന്തുണ്ട്, പാസ്സാവാൻ എന്നല്ല രക്ഷപ്പെടാനുള്ള ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരും. ഓക്കെ, 100% വരും. നിങ്ങൾ നോക്കിക്കോ. ഓക്കെ, ഇത് എൻ്റെ ഒരു ഐഡിയ പൂർവ്വം ഞാൻ ചെയ്തതാണ്. അത് എൻ്റെ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാനിതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു 10-11 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത് +2 +1. അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളിത് പഠിച്ചോ. ഓക്കെ, ശരി. കാരണം എന്നെ കുറേ പേർക്ക് പേഴ്സണലി അറിയുന്നുണ്ടാവില്ല. ലാസ്റ്റ് സമയത്താണ് കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കേടാ, ഹാപ്പി ആയിട്ടിരിക്കും. ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്യും കേട്ടോ. അതൊന്നും വലിയ ടഫൊന്നുമല്ലടാ. എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സോൾവ് ചെയ്യണ്ടേ. ഒന്നും ടഫില്ല ആക്ച്വലി. ഓക്കെ, പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ കോയിന്, ഡേയ്സ് തൽക്കാലം അതൊക്കെ മാറ്റി നിർത്താം. അതൊക്കെ +1 കൂടെ കഴിഞ്ഞു. മനസ്സിലായി? ഇവിടെ കൊടുന്ന് കോയിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പോകണ്ട. കോയിന്, ഡേയ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി +1 അത് +1 കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ കോയിന് കാര്യങ്ങളൊന്നും നമുക്ക് ഇനി പഠിക്കണ്ട. ഓക്കെ, അത് നമ്മൾ ചുമ്മാ പഠിച്ച സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. വേസ്റ്റ് ടൈം കേട്ടോ. നമുക്ക് എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ +2 അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക്ക് ഞാൻ പറയാം ആദ്യം. ഫസ്റ്റ് ടോപ്പിക്ക് കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ് നമ്മളുടെ ടോപ്പിക്ക്. +2ൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് എന്താണ്? കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ്. ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രവചനം എന്താണ്? കണ്ടീഷണൽ പ്രോബിലിറ്റിന്ന് നാളത്തെ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. സോ കണ്ടീഷണൽ പ്രോബിലിറ്റിക്ക് നമുക്ക് എന്തുണ്ടാ, ഒരു ഫോർമുല ഉണ്ട്. വളരെ സിമ്പിൾ, നൈസ് ആൻഡ് സിമ്പിൾ ഫോർമുലയാണ്. 2 കണ്ടീഷൻ നോക്കിട്ടോ, വളരെ സിമ്പിളാണ്. സോ P(a)/b കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻ, ഒന്ന് A ഒന്ന് B. സോ ജനറലി നിങ്ങൾ നാളത്തെ എക്സാമിന് P(a)/b എന്ന് പഠിക്കുക. ഇതിൻ്റെ ഫോർമുല എല്ലാവരും പഠിച്ചോ. പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B. ഇത് കാണാതെ പഠിക്കണം. P(a)/b എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻ. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് പറഞ്ഞത്? P(a) ഇന്റർസെക്ഷൻ B. ഇത് പഠിക്കണം. താഴെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, B അല്ലേ മക്കളെ ഡിനോമിനേറ്ററിൽ. ഇവിടെ എഴുതേണ്ടതും പ്രോബബിലിറ്റി ഓഫ് B ആണ്. ഡിനോമിനേറ്ററിൽ എന്താണോ അത് നോക്കിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാറേ P(b/e) ആണ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? സോ സെയിം P(a) ഇന്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത്
പി ഓഫ് എ ഇങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, സാറേ എ ബൈ ബി ആയ കാരണമല്ലേ സാർ എ ഇൻ്റർസെക്ഷൻ ബി എഴുതിയത്, പക്ഷേ ഇവിടെ ബി ബൈ എ അല്ലേ സാർ, അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ എ എന്നല്ലേ എഴുതേണ്ടത്. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, പക്ഷേ നമ്മൾ +1 സെറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ സാറേ, സെറ്റ്സ് എ ഇൻ്റർസെക്ഷൻ ബി എന്താടാ, ഒന്നുമില്ലടാ. നിങ്ങൾ എ ഇൻ്റർസെക്ഷൻ ബി കാണാം, 2 എലമെൻറ്റുകളുടെ സെറ്റിൻ്റെ എ ഇൻ്റർസെക്ഷൻ ബി കാണാം. അതേപോലെ തന്നെ ബി ഇൻ്റർസെക്ഷൻ എയും കണ്ടാക്കും, രണ്ടും സെയിം അല്ലേ. എ ഇൻ്റർസെക്ഷൻ ബി കാണുന്നതും ബി ഇൻ്റർസെക്ഷൻ എ കാണുന്നതും സെയിം അല്ലേ. പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ ബി ഇൻ്റർസെക്ഷൻ എഴുതുന്നത്? അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് എന്ത് എഴുതിയാൽ മതി, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതിയാൽ മതി. ആ ലോജിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ ആണ്, അതുകൊണ്ടാണ് ബി ഇൻ്റർസെക്ഷന് പകരം എ ഇൻ്റർസെക്ഷൻ ബി തന്നെ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഡിനോമിനേറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എ ആണെങ്കിൽ എന്ത് എഴുതണം, പി ഓഫ് എ എഴുതണം. ഇതാണ് നമ്മളുടെ കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ ഫോർമുല. ഇത് നമ്മളെ കയ്യുമുണ്ടാവണം. ഇത് പഠിക്കാൻ പണിയൊന്നുമില്ല. പറഞ്ഞേ പി ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ താഴെ ഡിനോമിനേറ്റർ എന്താണെന്ന് നോക്കുക, പി ഓഫ് ബി. പി ഓഫ് ബി ബൈ എന്ന് പറഞ്ഞാൽ എന്താ, പി ഓഫ് ബി എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്താണ് എ, സോ പി ഓഫ് എ. ഇത് നമ്മളെ കയ്യുമുണ്ടാവണം. ഇതുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെടാച്ചിട്ട് ചെയ്യാം കേട്ടാ. ഇതൊന്നും ഏറ്റവും ടെൻഷൻ ഇല്ലാത്ത ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ പ്രോബിലിറ്റിയാണ്. പക്ഷെ കുറേ കുട്ടികൾക്ക് ടഫുള്ള ചാപ്റ്ററും പ്രോബിലിറ്റി എന്നാണ് മെസ്സേജ് ആയിട്ട് വരുന്നത്. അതായത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കണം. ഈ ചാപ്റ്റർ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടുകൊള്ളുക. ജസ്റ്റ് നിങ്ങളിത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് ഇത് സിമ്പിളായിരിക്കും. ഇതിന് ഒരുപാട് പ്രാക്ടീസ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രാക്ടീസ് ആവശ്യമുള്ളൂ. കണ്ടമാനം ടൈം ഇതിന് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് വൺസ് വീഡിയോ കണ്ടൊന്ന് എഴുതി പഠിക്കുക, ഒരു തവണ കൂടെ നിങ്ങളൊന്ന് എഴുതി പഠിക്കുക. നാളെ എക്സാമിന് പോകുന്നതിൻ്റെ മുന്നേ. നിങ്ങളിത് എപ്പോഴാണ് കാണുന്നത് എനിക്കറിയില്ല, രാത്രിയാണോ പകൽ എപ്പോഴാണ് കാണുന്നത് അറിയില്ല. ഇന്ന് കാണുകയാണെങ്കിൽ ഒരു തവണ കൂടെ നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. അത് മറക്കരുത്. രാവിലെ ആകുമ്പോഴേക്കും ഒന്ന് എഴുതി പഠിക്കണം. സോ ക്വസ്റ്റ്യൻ നോക്കേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പി ഓഫ് എ = 7/13. എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ആട്ടോ. അത് ആദ്യമേ ഞാൻ പറയാം. എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ മുന്നേ 2008, 7, 11, 12 റീസെൻ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത്, അപ്പോൾ ഇയർ ഒന്നും എഴുതുന്ന കൺഫ്യൂഷൻ ആക്കാൻ ഇത് മുഴുവൻ നമ്മൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 1-2 ക്വസ്റ്റ്യൻ നാളെ ഉണ്ടാവും കേട്ടോ. സോ പി ഓഫ് എ 7/13 ആണ്, പി ഓഫ് ബി 9/13 ആണ്. സാർ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് ആക്ച്വലി 7/13 ഇങ്ങനെ കേട്ടോ. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 9/13 ആണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 4/13 ആണ്. ഇവാലുവേറ്റ് പി ഓഫ് എ ബൈ ബി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവാലുവേറ്റ് പി ഓഫ് എ ബൈ ബി. ഒബ്വിയസ്ലി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, പി ഓഫ് എ ബൈ ബിയുടെ ഫോർമുല എഴുതുക. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ വന്നിട്ടുണ്ട്. പക്ഷെ നാളത്തെ എക്സാമിന് ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ചുമ്മാ ചെയ്യുന്ന കൂട്ടത്തിൽ പ്രീവിയസ് ഇയർ ആണല്ലോ വെച്ചിട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും ഞാൻ നാളെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ആദ്യമേ പറയാം, ഈ ക്വസ്റ്റ്യൻ ഞാൻ നാളെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് നാളെ ഉണ്ടായിക്കോണമെന്നില്ല. ഓക്കെ, ഇതാണ് സാധാരണ എല്ലാ യൂട്യൂബ് ചാനലുകളും എല്ലാ സ്കൂളൊക്കെ ചെയ്ത് പഠിപ്പിച്ച് പിള്ളേരെ വിട്ടിട്ടുണ്ടാവുക. പക്ഷേ നമ്മളിത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താ വെച്ചാൽ ഇതെങ്ങാനും വന്നാലോ, അതുകൊണ്ട് ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അതൊക്കെ ഒഴിവാക്കും. ഓക്കെ, എനിക്ക് ഉറപ്പില്ലല്ലോ ഇന്നിപ്പോൾ നാളെ എന്താണെന്നുള്ളത്. അപ്പോൾ ബി ഡിനോമിനേറ്റർ എന്താണ്, പി ഓഫ് ബി കേട്ടോ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നോക്കപ്പെട്ട എന്താ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എന്താടാ 4/13 ഓൾ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എത്രയാടാ 9/13. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 9/13 ന്യൂമറേറ്റർ ഒരുപോലെ ഉണ്ടെങ്കിൽ വെട്ടാം, ഡിനോമിനേറ്റർ വെട്ടാം. ചില ആളുകൾ വെട്ടാൻ പേടിയാണെങ്കിൽ ഈ 9/13 മേളിൽ കൊണ്ട് എന്താ പറയുക 13/9 ആവും. അപ്പം നിങ്ങൾക്ക് എന്താ ചെയ്യുക, 13 ക്യാൻസൽ ആവും. നിങ്ങളുടെ ചോയ്സ്. അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഒരുപോലുള്ളത് കൂടെ വിട്ടുക. സോ ഫൈനൽ ആൻസർ എത്ര കിട്ടുക, 4/9 ഈസ് ദി ആൻസർ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കുറേ പേര് ഡൗട്ട് ഉണ്ടാവും, സാർ ഇപ്പോൾ എന്തിനാ പി ഓഫ് എ തന്നത്, ചുമ്മാ നമ്മൾ ഡമ്മി ആയിട്ട് തന്നതാണ്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി തന്നതാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാവും ക്വസ്റ്റ്യനിൽ. സോ ആൻസർ എന്താണ് 4/9 ആണ് കേട്ടോ. ഇത് ജസ്റ്റ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് പഠിക്കാൻ സാധ്യത ഉണ്ട്. അതിനുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം ഏതാ നാളെ വരിക എന്നുള്ളത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഒരു സാധ്യത. പി ഓഫ് എ = 0.6, പി ഓഫ് ബി 0.7, പി ഓഫ് എ ബ്ലാ ബ്ലാ സാധനമൊക്കെ തന്നിട്ടുണ്ട്. എന്താ കാണേണ്ടത്, പി ഓഫ് എ ബൈ ബി ആണ് കാണേണ്ടത് അല്ലേ. വീണ്ടും ഇതേപോലെ നിങ്ങൾ കണ്ടോ, പി ഓഫ് എ ബൈ ബി ഇതൊക്കെ പ്രീവിയസ് ഇയർ വന്നത് തന്നെയാണ്. സോ ഇതൊക്കെ വരികയാണെങ്കിൽ എല്ലാ കുട്ടികളും കേരളത്തിൽ ആൻസർ ചെയ്യുമായിരിക്കാം. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ ക്വസ്റ്റ്യൻ ഒന്നും വരുന്നുള്ളത്. ഞാൻ വരുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടില്ല. പി ഓഫ് എ ബൈ ബിയുടെ ഫോർമുല എഴുതി വെച്ച് കഴിഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നേരെ പോയി നോക്കുമ്പോൾ സാറേ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണാനല്ല, സാറ് ചിലപ്പോൾ ഇത് അറിയാതെ തിരിച്ചിട്ടതായിരിക്കും. ആണോ, അല്ല, ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്, ക്വസ്റ്റ്യന് തെറ്റൊന്നുമില്ല. സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അറിയില്ല. എന്താ ചെയ്യേണ്ടത്, വളരെ സിമ്പിൾ, പഠിച്ചോ. +1 നമ്മളിത് പഠിക്കുന്നത്, +1 പ്രോബിലിറ്റി തുടങ്ങുന്നത്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ഫോർമുല നിങ്ങൾ പറഞ്ഞോ, പി ഓഫ് എ എന്ന് എഴുതുക, വളരെ സിമ്പിൾ ആയിട്ടാ, പ്ലസ് പി ഓഫ് ബി എന്ന് എഴുതുക മക്കളെ, മൈനസ്. എടാ ഇവിടെ ഇൻ്റർസെക്ഷൻ വന്നാൽ ഇവിടെ ഒന്നും നോക്കണ്ട, അത് നേരെ തിരിച്ചെഴുതിയാൽ മതി. ഇതിങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ ഇവിടെ യൂണിയൻ, ഇവിടെ യൂണിയൻ ആണെങ്കിൽ ഇവിടെ ഇൻ്റർസെക്ഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇൻ്റർസെക്ഷൻ ആണല്ലോ യൂണിയൻ, നമുക്ക് കാണേണ്ടതും ഇൻ്റർസെക്ഷനാണ്. സോ എല്ലാ ടൈമും തന്നിട്ടുണ്ട്. എത്ര 0.6, 0.7 മൈനസ് 0.9. ഇത് നേരെ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി നിങ്ങൾ കേട്ടോ. 6 7 10 6 12 13 13 9 പോയി കഴിഞ്ഞാൽ 0.30 അല്ലേ, കറക്റ്റ് അല്ലേ.
ചില പ്രോബ്ലം ഞാൻ ചെയ്യുമ്പോൾ സ്പീഡിലൊക്കെ ചെയ്യുമ്പോൾ 0.4 അല്ലേ, ചിലപ്പോൾ സാറിൻ്റെ കയ്യിൽ നിന്നൊക്കെ തെറ്റാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് നോക്കുക, 0.4 കേട്ടോ. അത് നേരെ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി, ജസ്റ്റ് കൊടുത്താൽ മതി കേട്ടോ. 6 7 13 9 കുറച്ച് കഴിഞ്ഞാൽ 4 അപ്പോൾ 0.4 കറക്റ്റാണ്. ഓക്കെ, ഇനി സാറേ P(b)(a) പറഞ്ഞിട്ടല്ലോ, അതും കൂടെ കണ്ടാലോ. ഓക്കെ, ഞാൻ ഈ A/B മാറ്റിയിട്ട് B/A നിൽക്കട്ടെ. അയ്യോ ആയില്ലല്ലോ, ഇവിടെ P(a)(b) കണ്ടു കഴിഞ്ഞിട്ടില്ലല്ലോ. സാറ് വളരെ സ്പീഡാണ്, ഇത്ര സ്പീഡ് വേണ്ട. P(a)(b) എത്രയാണ്? 0.4. അപ്പോൾ കുറച്ച് സമയം എടുക്കൂട്ടോ, നിങ്ങളത് സ്പീഡ് ഞാൻ കുറച്ചൊന്ന് കുറയ്ക്കേ. P(b)യുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ P(b) 0.7 നേരെ കൊടുക്കുക. എടാ ഇത് നേരെ 4/7 എന്നാണ് എഴുതേണ്ടത്. സാറേ 0.4 / 0.7 എനിക്ക് കാൽക്കുലേറ്റർ കൊടുക്കുമ്പോൾ അവിടെ ഡെസിമൽ വാല്യൂസ് ഒക്കെ ആണല്ലോ കിട്ടുന്നത്. ഇങ്ങനെ സാർക്ക് കിട്ടിയത്. എടാ ഇത് കിട്ടാൻ ഒന്നുമില്ല. നിങ്ങൾ നോക്കിയാൽ ഇത് 0.4 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സാധനമാണ്. ഒരു പോയിന്റ് മാറ്റി കുത്തുക, ഈ പോയിന്റിൻ്റെ അടുത്ത് കണ്ടിട്ട് അപ്പോൾ എത്ര വരിക? 0.4/07. ഈ പോയിന്റിൻ്റെ അടുത്തിട്ട് ഞാൻ കണ്ട് ഡോട്ട് ചെയ്തു, ഈ പോയിന്റ് എടുത്തു. അപ്പോൾ 4/, എടാ 04 എന്ന് പറഞ്ഞ റോൾ നമ്പർ പിന്നെ 4, ദാറ്റ് ഈസ് 4/7. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ന്യൂമറേറ്റർ 10 കൊണ്ട് ഗുണിച്ചു, ഡിനോമിനേറ്റർ 10 കൊണ്ട് ഗുണിച്ചു. പക്ഷെ ഇതൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. 0.4/0.7 ആണെങ്കിൽ ജസ്റ്റ് ആ പോയിന്റ് മാറ്റിയിട്ടാൽ മതി 4/7. ചില ആളുകളുണ്ടോ സാർ കാൽക്കുലേറ്റർ കിടന്ന ഡെസിമൽ വാല്യൂ ആണല്ലോ, ഇത് കൊടുത്താൽ പറ്റില്ല. അത് റാഷണലി എഴുതണം, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അതാണ് ഏട്ടാ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ മാറി എഴുതിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ കാര്യം ഏട്ടാ. സ്ക്രീൻഷോട്ട്. ഓക്കെ, ഇനി B/A ഇതേപോലെ B/A സെയിം ഇക്വേഷൻ P(b). നിങ്ങൾ ചെയ്തോടാണ്, സാറ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും ചെയ്യും, അപ്പല്ലേ പടപടാ വെച്ചിട്ട് കഴിയുള്ളൂ. P(b)(a) ഡിവൈഡ് ബൈ P(a). ഇവിടെ ഞാൻ P(a) എഴുതാൻ കാരണം ഈ എനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ. P(a)(b) സെയിം ആൻസർ 0.4 P(a) 0.6. പറഞ്ഞോ ആൻസർ എന്താ? 4/6. സാറ് ഐഡിയ കിട്ടി. 4/6. 4ഉം 6ഉം എന്താ? ഈവൺ നമ്പറാ. പകുതി എഴുതിക്കോട്ടാ. എടാ പകുതി 4ഉം 6ഉം ഈവൺ നമ്പറാ, ഇരട്ട നമ്പറാ. അപ്പോൾ 4ന്റെ പകുതി എഴുതിയാൽ മതി. അങ്ങനെ ഇരട്ട നമ്പർ വന്നു കഴിഞ്ഞാൽ 2/6ന്റെ പകുതി എത്ര? 3. ഇങ്ങനെ ചെയ്യാനുള്ളൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ ഡിവിഷനിൽ. 4/6 രണ്ടും ഇരട്ട നമ്പർ ആണെങ്കിൽ പകുതി എഴുതാം. 4ന്റെ പകുതി 2, 6ന്റെ പകുതി 3. ഓക്കെ, സിമ്പിൾ. സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, എടാ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നാളെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനിൽ പെട്ടതാണിത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വന്നോളെന്ന് ഞാൻ പറയുന്നില്ല, കാരണം മൊത്തം കേരളത്തിലെ കുട്ടികളും ചിലപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടാവും. മൊത്തം എന്നല്ല, ഓവറോൾ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾ, പിന്നെ എന്താ പറയുക സ്കൂളിൽ നിന്നൊക്കെ ഈ പ്രോബ്ലം മിക്കവാറും ചെയ്തിട്ടുണ്ടാവും. അതായത് യൂട്യൂബ് ചാനലുകൾ അല്ലെ, ഒരുപാട് ചാനലുകളില്ലേ നിങ്ങൾക്ക് അറിയുന്ന അല്ലെ, അവരൊക്കെ ഈ പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവും അല്ലെ. കാരണം എന്തുകൊണ്ടാണ്? അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ 100% വരുമെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യാം, നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് വർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ, എക്സ്പെക്ടേഷൻ വെച്ചിട്ട്. പക്ഷേ ഇതിൽ തന്നെ വേറൊരു സാധനം വരുന്നുണ്ട്, അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. മിക്കവാറും അതിന്മേലാണ് ലോക്ക്ഡ് വരും. അപ്പോൾ ഇത് നമുക്ക് ചെയ്തൊക്കെ അത് സിമ്പിളാണ്. നമ്മൾ നോർമൽ പ്രീവിയസ് ഇയർ ആണല്ലോ, നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ P(a)(b) ആണ്, രണ്ടാമത്തെ P(a)(b) ആണ്, മൂന്നാമത്തെ P(a)(b). 3 ക്വസ്റ്റ്യൻ ആണ് കാണുള്ളത്. P(a) തന്നിട്ടുണ്ട്, P(b) തന്നിട്ടുണ്ട്, P(b)(a) തന്നിട്ടുണ്ട്. അയ്യടാ അല്ലേ, ഒരു സ്പെഷ്യലായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാ? ഇവിടെ സ്പെഷ്യലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാ? ഒരു P(b)(a) കയറിയിട്ടുണ്ട് അല്ലേ. എന്തിനാണ് P(b)(a) കയറിയിട്ടുള്ളത്? എന്തെങ്കിലും കാരണം ഉണ്ടാവും അല്ലേ, നോക്കാം. സോ P(a)(b) കാണാൻ പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ സാറേ നമുക്കൊരു കാര്യം ചെയ്യാം. P(a)(b) അല്ലേ കണ്ട് നേരത്തെ സാറ് പറഞ്ഞ പോലെ P(a), P(b) -8 ഇവിടെ ഇന്റർസെക്ഷൻ ആണ് ഈ സാർ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. P(a)(b) ശരിയാണ്, അതൊക്കെ ശരിയാണ്. സോ P(a) സാറേ 0.8, P(b) സാറേ ക്വസ്റ്റ്യനിൽ 0.5 മൈനസ് P(a) സ്റ്റെക്കായി. P(a)(b) അറിയില്ല, പ്രോബ്ലം സ്റ്റെക്കായി. അവിടെ എടുക്കട്ടെ, അത് ഓൾറെഡി പ്രോബ്ലം അവിടെ സ്റ്റെക്കായി, കാരണം P(a)(b) അറിയില്ല. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് P(a)(b) വേറെ കാണണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ലോക്കാണ് അല്ലേ. P(a)(b) സാറേ P(a)(b) കാണാൻ പോവാം. സോ P(a)(b) നമുക്ക് നോക്കാം. P(a)(b) ഫോർമുല എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ നമുക്ക് ട്രൈ ചെയ്യുന്നത്. P(a)(b) ഡിവൈഡ് ബൈ P(b). P(a)(b) ഓൾറെഡി അറിയില്ല, ഇവിടെ കിട്ടിയിട്ടില്ലാണ്ട് സ്റ്റെക്കായി നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഓൾറെഡി കിട്ടാൻ നമുക്ക് ലാഭമുണ്ടോ? ഇല്ല. സോ സ്റ്റെക്ക്. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പുതിയൊരു മനുഷ്യൻ കയറി വരുന്നത്. ആ മനുഷ്യൻ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഇതൊരു സ്റ്റെക്കാണ് പ്രോബ്ലം. ഇങ്ങനെ സ്റ്റെക്കായി നിങ്ങൾ എക്സാം എന്നുണ്ടെങ്കിൽ ഷുവറാണ് ഇത് സോൾവ് ചെയ്യാനുള്ള ഹിന്റ് പ്രോബ്ലത്തിലേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. പ്രോബ്ലം നന്നായി നോക്കുക. ഇതാ ഞാൻ ഈ വട്ടത്ത് വെച്ച P(b)(a) ഇവനെ വന്ന് നമ്മളെ രക്ഷിക്കും. എൻ്റെ കയ്യിൽ നമ്മളെ തരാനുള്ള സൊല്യൂഷൻ ഉണ്ട്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് നോക്കാം. P(b)(a) നമ്മളെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ കാരണം ഇവനിക്ക് നമുക്കൊരു സൊല്യൂഷൻ തരാൻ പറ്റും. നോക്കാം. 0.4 ആണ് P(b)(a). P(b)(a)യുടെ ഫോർമുല അല്ലേ, കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ ഫോർമുല എന്താ പറഞ്ഞത്? നമ്മൾ നേരത്തെ എഴുതി വെച്ച പോലെ P(a)(b) ഡിവൈഡ് ബൈ എന്താണ്? P(a) അല്ല, ഡിനോമിനേറ്റർ A അല്ലടാ, അതുകൊണ്ട് P(a) സമം എത്രയാടാ?
0.4. ഇത് നമ്മൾ പി ഓഫ് ബി ബൈയുടെ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. പി ഓഫ് ബി ബൈ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ആണെങ്കിൽ പി ഓഫ് എ. ഇവനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും, നമ്മളെ രക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇവിടെ നിർത്താം. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്ത് വരൂടാ 0.4. ഡിനോമിനേറ്റർ പി ഓഫ് എ അങ്ങോട്ട് പോലെ എന്ത് വരൂടാ ഇൻറ്റു പി ഓഫ് എ. സോ 0.4 ഇൻറ്റു പി ഓഫ് എ എത്ര ഓൾറെഡി ക്വസ്റ്റ്യൻ ഗിവൺ ആണ് 0.8. അപ്പോൾ 8 32 0.32. 0.32 ആണ് നമുക്ക് എന്ത് കിട്ടുക പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടുക. 32 കിട്ടും. ഈ കിട്ടിയ ഉത്തരം ഇവിടെ കൊടുത്താൽ മതി. അയ്യോ ഇത് സാറേ ഇന്റർസെക്ഷൻ്റെ ആൻസർ അല്ലേ? ശരിയാണ്, ഇന്റർസെക്ഷനെ കിട്ടിയിട്ടുള്ളൂ, നമുക്ക് യൂണിയൻ കിട്ടിയിട്ടില്ല. അവിടെ കേട്ടെ. ഇനി പി ഓഫ് എ ബൈ ബി നമുക്ക് കാണണം അല്ലെ. ഇപ്പോൾ ഒന്നാമത് നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ അല്ല മക്കളെ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടിയില്ലേ സാറേ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ ഈ കിട്ടിയേ, പിന്നെ എന്തിനാ സാർ ഈ ഫോർമുലൊക്കെ എഴുതിയത്? ഒന്നും വേണ്ട, മനസ്സിലായി? അപ്പോൾ എക്സാമുകളിൽ നമുക്ക് ഡൗട്ട് വന്നാലും നമുക്ക് അവിടെ ബ്ലോക്ക് ആക്കാം. കാരണം ഓൾറെഡി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടിയല്ലോ. ഇനിയിപ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് കൊണ്ട് കാണണം, വേണ്ട, ഓൾറെഡി ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഒരു എക്സാം ലെവലിൽ പ്രാക്ടിക്കൽ ലെവലിൽ തന്നെയാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്യേണ്ട, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടി, ഇനി നമുക്കിത് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടി അല്ലേ. അപ്പോൾ ഞാനത് നൈസായിട്ട് വായിക്കുന്നു. സാറ് തെറ്റിയാണല്ലേ? സാറ് തെറ്റിയതൊന്നല്ലടാ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാം, ഇത് റിയൽ എക്സാമിനായിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട രീതി. ഓക്കെ, ഞാനിത് കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടൊന്നുമില്ല, ചുമ്മാ റാൻഡായിട്ട് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, പ്രിപ്പറേഷനൊക്കെ വളരെ കുറവാണ് മക്കളെ. ജസ്റ്റ് ഇത് ഓൾറെഡി സാർ കുറേ വർഷത്തിൽ ചെയ്തുകൊണ്ട് ഇതിങ്ങനെ കാണാപ്പാടായിക്കാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് നോക്കാം പി ഓഫ് എ ബൈ ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് എ ബൈ ബി അല്ലേ? പി ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ ആൻസർ എത്രയാണ് പറ? 0.32. പി ഓഫ് ബി എത്രയാണ് തന്നിട്ടുള്ളത്? 0.5. സാറേ ഇവിടെ എന്താ ചെയ്യുക? കാൽക്കുലേറ്ററിൽ ഞാൻ കൊടുക്കുമ്പോൾ ആ ഡെസിമൽ വാല്യൂ കിട്ടുന്നത് നടക്കൂല. ശ്രദ്ധിച്ചോ, ഈ പോയിന്റ് രണ്ട് സംഖ്യയല്ലേ ഉള്ളത്. അപ്പം ഞാൻ രണ്ട് സംഖ്യ ചാടിച്ചു കഴിഞ്ഞാൽ എന്താ വരിക? 0.32 ആവും. നോക്കാം, ആ പോയിന്റ് ഞാൻ 2 തവണ ചാടിച്ചു. അതിന് ഞാൻ ഉപയോഗിച്ച് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് 2 വട്ടം ചാടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റിന് 2 വട്ടം ചാടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്ററിൽ 2 വട്ടം ചാടിക്കണം. അപ്പോൾ 0.50 എന്നാവും അല്ലേ? സാർ പോയിന്റ് ചാടിക്കണേ എന്തിനാ 0 ഇടുന്നത്? അതങ്ങനെയാണ്, ഒരു പോയിന്റ് ചാടുമ്പോൾ അവിടെ 0 ഇട്ട് കൊടുക്കണം. 2 പോയിന്റ് ചാടുന്നതിൽ ഒരു പോയിന്റ് അല്ലേ 5 അല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കണം. ചുരുക്കി പറഞ്ഞതൊന്നും ഐഡിയ ഇല്ലെങ്കിൽ മുകളിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ആൻസർ കിട്ടും അല്ലെ. 0 ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 32/50. എടാ 32/50 ഇരട്ടേടാ, ഇതൊന്നും ചെറുതാക്കിക്കോ. 32 പകുതി എത്ര മക്കളെ? 16. 50 പകുതി എത്ര? 25. ദാറ്റ് ഇസ് എ ഫൈനൽ കീ. ഇരട്ട വരുമ്പോൾ 32 പകുതി 16, 50 പകുതി 25 ഏട്ടാ. അപ്പോൾ 16/25 പി ഓഫ് എ ബൈ ബിയുടെ ആൻസർ. എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പി ഓഫ് എ യൂണിയൻ ബി കാണണം. പി ഓഫ് എ യൂണിയൻ ബി അത് ഡയറക്റ്റ് ഫോർമുല ചെയ്തോ നിങ്ങൾ. പി ഓഫ് എ യൂണിയൻ ബി എന്താ? ബ്ലാ 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 പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി അല്ലേ, മൈനസ് ഇവിടെ യൂണിയൻ ടെസ്റ്റ് കൂടെ എന്തിട്ട് കൊടുക്കുക? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. വാല്യൂസ് ഒക്കെ പുട്ട് ചെയ്തോ. പി ഓഫ് എ 0.8, പി ഓഫ് ബി 0.5 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമുക്ക് കിട്ടിയ ആൻസർ വാട്ട് ഈസ് ദ ആൻസർ? 0.32 കേട്ടോ, 0.32. ഇത് കംപ്ലീറ്റ് വാല്യൂ ഇട്ട് കൊടുക്കണം. ഇത് കംപ്ലീറ്റ് പുട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 0.98. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും കാൽക്കുലേറ്റർ അല്ലേ 0.98. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എല്ലാ യൂട്യൂബ് ചാനൽ, സ്കൂളുകൾ എല്ലാം നിങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാനിത് വരും എന്നൊന്നും ഉറപ്പ് പറയുന്നില്ല. പക്ഷേ ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിന് ഏറ്റവും റെക്കോർഡ് ലെവലിൽ വന്ന ക്വസ്റ്റ്യനും കൂടെയാണിത്. പക്ഷേ നാളത്തെ എക്സാമിന് ഞാൻ അത്ര പ്രതീക്ഷ കൊടുക്കുന്നില്ല. പക്ഷേ നമ്മൾ ജനറലി ഒന്ന് പഠിച്ചു വെച്ചോ. ഇനി ഞാൻ പറയുന്ന പ്രതീക്ഷ ചിലപ്പോൾ ഇത് നാളെ വരും കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവൽ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. ഒട്ടുമിക്ക യൂട്യൂബ് ചാനൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇത് പ്രീവിയസ് ഇയർ കുറച്ച് മുന്നേ വർഷമുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഇത് ആക്ച്വലി കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ്. പക്ഷെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു പി ഓഫ് എ ബൈ ബി ഉണ്ട്, ഒരു ഹിൻറ്റിന് അല്ലെ, ഫൈൻഡ് പി ഓഫ് എ ബൈ ബി. അത് നമുക്കൊരു ഹിൻറ്റാണ്. പി ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ്. എങ്ങനെ തിരിച്ചറിയാം? പി ഓഫ് എ ബൈ ബി. പി ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ്. അങ്ങനെയാണ് പ്രോബിലിറ്റിയുടെ ഈ പ്രോബ്ലം തിരിച്ചറിയാം കേട്ടോ, പി ഓഫ് എ ബൈ ബി. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സപ്പോസ് 10 കാർഡ് നമ്പർ 1 to 10 ആർ പ്ലേസ്ഡ് ഇൻ എ ബോക്സ് ആൻഡ് ഷഫ്ഡ് കാർഡ് ഇസ് ഡ്രോൺ. ഒന്നുമില്ല, ഒരു പാത്രത്തിൽ 1 മുതൽ എന്തുണ്ട് 10 വരെ ഉണ്ട്. ചുമ്മാ ഞാൻ ഇവിടെ കാണിച്ചു 1, 2 എക്സെട്ര 10 വരെ ഒരു പാത്രത്തിലുണ്ട്. അത് റാൻഡായിട്ട് ഒരു കാർഡ് എടുക്കുക ചെയ്യുന്നു. ഇഫ് എ ഇസ് ഈവൻ ദ നമ്പർ ഓൺ ദ കാർഡ് ഇസ് ഈവൻ ദെൻ റൈറ്റ് എ. ഇഫ് ബി ഇസ് ദ ഇവന്റ് ദാറ്റ് ദ നമ്പർ ഓൺ ദ കാർഡ് ഇസ് മോർ ദാൻ 3 ഫൈൻഡ് പി ഓഫ് എ ബൈ ബി. അപ്പോൾ എയും ബിയും എന്ന് പറഞ്ഞിട്ട് 2 ഇവന്റുകൾ ഉണ്ട്.
അപ്പോൾ 1 മുതൽ 10 വരെയാണ് പാത്രത്തിൽ കാണുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ എ എന്ന് പറയുന്ന ഇവന്റ് നിങ്ങൾ പറ സെറ്റ് അല്ലേ, സെറ്റ് ബ്രാക്കറ്റ്. എ ഈസ് ഈവൻ ദാറ്റ് ദ നമ്പർ ഓൺ ദ കാർഡ് ഈസ് ഈവൻ. കാർഡ് ഈവൻ ഇരട്ട നമ്പറിൽ ഏതാ മക്കളെ പറ? 2, 4, 6, 8, 10. സാർ എന്ത് സിമ്പിളാ അല്ലേ. ബി ഈസ് ഈവൻ ദാറ്റ് ദ നമ്പർ ഓൺ ദ കാർഡ് ഈസ് മോർ ദാൻ 3. സോ ബി സെറ്റ് ഓഫ് ഓൾ ബി. മോർ ദാൻ 3 എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ്? 3-നെക്കാട്ടിയും കൂടുതൽ കേട്ടോ. 3 മോർ ദാൻ 3 എന്ന് പറഞ്ഞാൽ 3-നെക്കാട്ടിയും കൂടുതൽ. നമ്പേഴ്സ് ഏതൊക്കെ ഒന്ന് പറഞ്ഞു? 4, 5, 6, 7, 8, 9, 10. സാറേ ഇതുവരെ നല്ലൊരു സുഖമുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് പി ഓഫ് എ ബൈ ബി. അപ്പോൾ പി ഓഫ് എ ബൈ ബി നമ്മൾ കാണുമ്പോൾ ഇനി നമ്മൾ കണ്ടീഷണൽ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ. കുറച്ചൊരു സ്പേസ് വേണമല്ലോ നമുക്ക്. ഓക്കെ, ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാം. ഇതാണ് കിടക്കട്ടെ മക്കൾ, അടുത്ത ടോപ്പിക്കാണ് അവിടെ അല്ല, ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. സോ പി ഓഫ് എ ബൈ ബി ആണ് കാണേണ്ടത്. ഫോർമുല എല്ലാവരും പറഞ്ഞേടാ. പി ഓഫ് എന്താണ് ഫോർമുല? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ, സാറേ ഡിനോമിനേറ്റർ ബി ആയതുകൊണ്ട് പി ഓഫ് ബി. എടാ ഇവിടുത്തെ പ്രോബ്ലം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഒന്നും ആൻസർ നമ്മൾ കയ്യിൽ ഡയറക്റ്റ് ഇല്ല, ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ട് തന്നിട്ടില്ല, ഡയറക്റ്റ് ഇല്ല. അപ്പോൾ ജനറലി നമുക്കൊരു കാര്യം പഠിക്കണം. +1 പഠിച്ചൊരു കാര്യമാണ്, ഏറ്റവും ബേസ് ആണ്. ഒരു പ്രോബിലിറ്റി ഓഫ് ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എടാ അത് എത്ര വട്ടം സംഭവിക്കുന്നു ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ്. എല്ലാവർക്കും അറിയുന്ന ഒരു ഫോർമുല ആയിരിക്കും, ഏറ്റവും ബേസ് ഫോർമുലയാണിത്. ഒരു പ്രോബിലിറ്റി ഓഫ് ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ അത് എത്ര വട്ടം സംഭവിക്കും അതേ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ്. ഡിനോമിനേറ്ററിൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് ആണ്, എല്ലാവർക്കും അറിയാലോ ഈ കാര്യം. ഏറ്റവും ബേസ് ആണ്. ഒരു പ്രോബിലിറ്റി ഓഫ് ഒരു ഇവന്റ് നടക്കുക എന്ന് പറഞ്ഞാൽ ആ ഇവന്റ് എത്ര വട്ടം സംഭവിച്ചു, ദാറ്റ് ഈസ് നമ്പർ ഓഫ് എ ഡിവൈഡ് ബൈ എന്താടാ നമ്പർ ഓഫ് എസ് ആണ്. അപ്പോൾ ഇത് ജനറലി അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്ത് വന്നാലും ഇങ്ങനെ മാറും. ഫോർ എക്സാമ്പിൾ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് വരും? നമ്പർ ഓഫ്, ഇപ്പം നിങ്ങൾ നോക്കുക, സി ഇവിടെ എ ആയതുകൊണ്ടല്ലേ ഇവിടെ എ, അപ്പോൾ ഇവിടെ എക്ക് പകരം ഇവിടെ എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ എന്ത് വരും? നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു മാറ്റം സംഭവിക്കില്ല, നമ്പർ ഓഫ് എസ് തന്നെ ഡിനോമിനേറ്ററിൽ വരുള്ളൂ. കാരണം നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് ഡിനോമിനേറ്റർ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കാണുമ്പോൾ നിങ്ങൾ പറ, പ്രോബബിലിറ്റിയിൽ പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ പറ? നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ എന്താടാ നമ്പർ ഓഫ് എസ്, ഓൾ ഡിവൈഡ് ബൈ പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എ ബൈ നമ്പർ ഓഫ് എസ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് ബി ആയി കഴിഞ്ഞാൽ എന്ത് വരും മക്കളെ? നമ്പർ ഓഫ് ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എസ്. ഇവിടെ നമ്പർ ഓഫ് എസ് തട്ടിക്കളയൊക്കെ ചെയ്യാം, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ നമുക്കത് സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഈ ഫോർമാറ്റ് ഇങ്ങനെ വരും. ഇനി നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, നമ്പർ ഓഫ് എസ്, ഇതൊക്കെ ഇവിടുന്ന് കിട്ടും. ഇതൊക്കെ ഇവിടെ ഉണ്ടോ, അതൊന്നും പേടിക്കണ്ട, ഇവിടെ ഉണ്ട്. എടാ എ 2, 4, 6, 8 ആണെങ്കിൽ എത്ര ഉണ്ട്? ഞാൻ ഇവിടെ എഴുതാം. നമ്പർ ഓഫ് എ എത്ര ഉണ്ട് പറ മക്കളെ? 1, 2 അല്ല 5 എണ്ണമാണ് സാറേ. ഇതൊക്കെ എണ്ണി നോക്കണം സാർ, 5 എണ്ണം അല്ലേ? ഈവൺ നമ്പറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വരെ 5 എണ്ണല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ബി എത്ര ഉണ്ട്? ബീൻ്റെ ഉള്ളിൽ എത്ര ഉണ്ടാ അല്ലേ? 2, 4, 6, 7. 7 തെറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ലപോലെ കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി പാത്രത്തിൽ മൊത്തം, അതാണ് നമ്മളെ സാമ്പിൾ സ്പേസ്. ഒരു പാത്രം മൊത്തം നമ്മളെ സാമ്പിൾ സ്പേസാണ്. വരാൻ സാധ്യതകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. അത്രയും പഠിച്ചാൽ മതി കേട്ടോ, അതിന് ഡെഫിനിഷൻ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്പർ ഓഫ് എസ് എത്ര ഉണ്ടാ? മൊത്തം 10 എണ്ണം. മാക്സിമം വരാൻ സാധ്യത 10 നമ്പറുകൾ. റാൻഡായിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു കാർഡ് എടുക്കുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് എസ് എത്രയാണ്? പാത്രത്തിലുള്ളത് മൊത്തമാണ് നമ്മളെ നമ്പർ ഓഫ് എസ്. ഈ വാല്യൂസ് നമുക്ക് നേരെ ഇവിടോട്ട് കൊടുക്കാം. ഓക്കെ. സോ സാറേ ഇവിടെ നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സാധനമല്ലേ? അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി കാണണ്ടേ? വേണം. അപ്പോൾ നമുക്കൊരു സ്റ്റെപ്പും കൂടെ ഇവിടെ കാണണ്ടേ? എ ഇന്റർസെക്ഷൻ ബിയും കൂടെ കാണും. ഇത് സെറ്റല്ലേ സാറേ +1? ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഇനി അതന്നെ പഠിക്കണം, വേണം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ കോമൺ നമ്പറുകളാണ്. ഏതൊക്കെ? എടാ കോമൺ 2 ഉണ്ടാവും, 2 ഉണ്ടാവും. ഇരട്ട നമ്പറുകൾ അല്ലേ? 2, 4 2 വരുമോ സാറേ? എന്താണ് ഇന്റർസെക്ഷൻ? എടാ ആരൊക്കെ വരുള്ളൂ? 4 വരും അല്ലേ? 4 വരും. എന്തായാലും ഇവിടുത്തെ നോക്കിയാൽ മതി. ഇവിടുത്തെ ഈവൺ നമ്പറുകളെ വരുള്ളൂ. ഇവിടുത്തെ ഈവൺ നമ്പറുകളല്ലേ 2 കോമൺ ആയിട്ട് വരുള്ളൂ. ആണോ അല്ലേ പറ മക്കളെ? 4, 6, 8, 10. സാറേ ഞങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ സാർക്ക് കേൾക്കാനില്ലായിട്ടാണ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്ര ഉണ്ട്? കൗണ്ട് ചെയ്തേ. 4 എണ്ണം. ക്ലിയർ ആണോ മക്കളെ? എ ഇന്റർസെക്ഷൻ ബി 4, 6, 8, 10 2 കോമൺ ആയിട്ടുള്ള എലിമെന്റഡ് എ ഇന്റർസെക്ഷൻ ബി കോമൺ. സോ നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാടാ? 4 ആണ്. ഈ ഉത്തരത്തെ നമ്മൾ നേരെ ഇവിടെ കൊടുക്കാം. നമ്മളിവിടെ സെറ്റ് ചെയ്ത ഉത്തരത്തിലോട്ട് കിടക്കാം. പറ, നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഉത്തരം എത്ര കിട്ടി സാറേ? 4. നമ്പർ ഓഫ് എസ് സാറേ ഫിക്സ്ഡ് ആണ് 10. ഓൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബി എത്രയാണ്? നമ്പർ ഓഫ് ബി 7 ആയിരുന്നു അല്ലേ? 7. ഞാൻ ഓർമ്മിച്ചിട്ട് എഴുതും. നമ്പർ ഓഫ് എസ് എത്രയാണ്? 10. ഈ 10 വെട്ടിക്കഴിഞ്ഞാൽ സാറേ ആൻസർ എത്രയാണ്? 4/7. ആലോചിച്ച് നോക്കുക. ഈ പ്രോബ്ലം എത്ര ടഫ് ഉണ്ടാവും? വളരെ ഈസി അല്ലേ? പക്ഷേ ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു പ്രവചനമാണ് ഞാൻ പറഞ്ഞിട്ടാ. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ചിലപ്പോൾ നാളെ വന്നോളൊന്നുമില്ല. എൻ്റെ ഒരു പ്രവചനമാണ്. അങ്ങനെ കണ്ടീഷണൽ പ്രോബിലിറ്റിയിൽ ഇങ്ങനെ ഒരു സെക്ഷനും കൂടെ ഉണ്ട്, ഒരു തിയറി പാറ്റേണുള്ള ഒരു സെക്ഷനും കൂടെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് നമ്മൾ ഇത് എഴുതിയിടാം. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ. എല്ലാവരും സ്ക്രീൻഷോട്ട് ചെയ്തില്ലേ? ഓക്കെ.
എടാ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അടുത്ത ടോപ്പിക്കാടാ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് നാളത്തെ എക്സാമിന് കേട്ടോ. മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ 2 ടോപ്പിക് കൂടെ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് കഴിയും കേട്ടോ. ലെങ്തി വീഡിയോ ഉണ്ടാവും, നമുക്ക് പറഞ്ഞില്ലേ സ്വാഭാവികമായിട്ട് ഒരു വീഡിയോ ലെങ്തിങ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാലോ, നിങ്ങൾക്ക് ഓൾറെഡി ഈ ചാപ്റ്റർ ഒന്ന് ഡെപ്ത് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് ശരിക്കും നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് വർക്ക് ആവുള്ളൂ. അല്ലാണ്ട് ചുമ്മാ 1-2 ക്വസ്റ്റ്യൻ പഠിച്ച് പോയിട്ടൊന്നും ഒക്കെ വേസ്റ്റ്, ടൈം വേസ്റ്റ് ആവും കേട്ടോ. സോ ഇൻഡിപെൻഡൻറ്റ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത്തിരിയുള്ളടാ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. സാറേ ഇത് പഠിക്കണം, ഇത് ഇങ്ങനെ തന്നെ പഠിച്ചേ പറ്റൂ. പ്രോബബിലിറ്റി പഠിച്ചോ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എനെ പ്രോബിലിറ്റി ഓഫ് ബി കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതിനെ വിളിക്കുന്ന പറയാം. ഇപ്പം ഇതിൻ്റെ LHS മാർച്ചസും ഈക്വൽ ആണെങ്കിൽ നമ്മളൊരു പ്രോബബിലിറ്റിയുടെ ഒരു സിസ്റ്റം, ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്തിട്ട് ആ കൺസിഡർ ചെയ്ത പ്രോബ്ലത്തിലെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടെത്തി. ആ പ്രോബ്ലത്തിൻ്റെ പ്രോബിലിറ്റി ഓഫ് എയും പ്രോബിലിറ്റി ഓഫ് ബിയും ഗുണിച്ച് കിട്ടുന്ന ഉത്തരമായിരിക്കണം എന്ത്? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഉത്തരം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടും നമ്മൾ എന്ത് പറയാം? ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻഡിപെൻഡൻറ്റ്? അല്ലേ, ഡിപ്പെൻഡൻ്റ് ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ഉണ്ട് അല്ലേ. നമ്മളൊരാൾ ഡിപ്പെൻഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാളും സെപ്പറേറ്റ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻഡിപെൻഡൻറ്റ്. രണ്ടാളും ഒരു ബന്ധമില്ല, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ജനറലി അതൊക്കെ അത്രയും പഠിച്ചു വെച്ചാൽ അതിൽ കൂടുതൽ പഠിക്കണമെന്നില്ല. സോ ഇൻഡിപെൻഡൻറ്റിൻ്റെ ഫോർമുല പഠിച്ചു വെക്കുക. ഒരു പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യനിൽ ഇൻഡിപെൻഡൻ്റ് എന്നുള്ള വേർഡ് കണ്ടാൽ പറഞ്ഞേ, പ്രോബബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ്റെ മണ്ടമ ഇൻഡിപെൻഡൻ്റ് എന്നുള്ള വേർഡ് കണ്ടാൽ എന്ത് ഓർമ്മ വരണം? ഇത് ഓർമ്മ വരണം. അതല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എക്സാമിന് നാളെ. പ്രോബ്ലത്തിൻ്റെ എവിടെയെങ്കിലും ഇൻഡിപെൻഡൻ്റ് എന്ന് മെൻഷൻ ചെയ്താൽ ഇതായിട്ട് അറിയണം. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്താടാ? പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. ഓക്കെ, ഇനി സപ്പോസ് ചിലപ്പം ചില ക്വസ്റ്റ്യനിൽ ഇയും എഫ് ഒക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട് ലെറ്റർ ആയിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഇന്റർസെക്ഷൻ എഫ് എന്നൊക്കെ കാണുമ്പോൾ പേടിക്കേണ്ട. എന്താ? പ്രോബിലിറ്റി ഓഫ് ഇ ഇൻറ്റു എന്താണ് വരിക? പ്രോബിലിറ്റി ഓഫ് എഫ്. ഒക്കെ നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ലെറ്റർ എങ്ങനെ മാറിക്കോളണമൊക്കെ ഉണ്ട് കേട്ടോ. ലെറ്റർ എയും ബി ഒന്നും ആയിക്കോളണമെന്നില്ല. എല്ലാവരും സ്ക്രീൻഷോട്ട് ചെയ്താ. വളരെ സിമ്പിൾ പ്രോബ്ലം കേട്ടോ. ഇനി നമ്മൾ ഇതിൽ നോക്കേ, ലെറ്റ് എ ആൻഡ് ബി ആർ 2 ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് സച്ച് ദാറ്റ് പി ഓഫ് എ ഈക്വൽ ടു 1/7, പി ഓഫ് ബി ഈക്വൽ ടു 1/5. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്തേ മക്കളെ. ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യടാ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നും തെറ്റൊന്നുമില്ലല്ലോ. ഓക്കെ, പി ഓഫ് എ ഈക്വൽ ടു 1/7, പി ഓഫ് ബി ഈക്വൽ ടു 1/7, ഫൈൻഡ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എടാ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ളത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണാനാ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ കൂൾ ഓഫ് ടൈമിൽ വട്ടട്ടോളണം. കൂൾ ഓഫ് ടൈമിൽ വട്ടട്ടോളണം. ഇൻഡിപെൻഡൻറ്റ് വന്നിട്ടോ എന്ന് പറഞ്ഞിട്ട് കൂൾ ഓഫ് ടൈമിൽ ഒരു ബബിൾ ഇട്ടോളണം. ഇൻഡിപെൻഡൻറ്റ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല മക്കളെ മറക്കണ്ട. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. അപ്പോൾ ഇവിടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ചില ആളുകൾ എന്ത് ചെയ്യുന്ന അറിയോ? ഇത് ചില കുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്ക്, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ്, ഇങ്ങനെ അങ്ങോട്ട് പോക്ക്. ഇവിടെ ഇന്റർസെക്ഷൻ അല്ലേ, സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ യൂണിയൻ ഇടാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. സർ റൈറ്റ് ഓർ റോങ്? സർ റോങ്. ഇത് റൈറ്റ് ആണ്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന ടേം ക്വസ്റ്റ്യനിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന ടേം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് എഴുതാൻ പാടില്ല. ഇത് എഴുതിയാൽ തെറ്റ് കിട്ടും. തെറ്റ് കിട്ടുന്ന പറഞ്ഞാൽ മാർക്ക് തെറ്റാവും. ഇപ്പം നമ്മൾ എന്തേ ചെയ്യാൻ പാടുള്ളൂ? പറ മക്കളെ, പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു അല്ലേ, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രോബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാൻ പാടുള്ളൂ. കാരണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന വേർഡ് പറഞ്ഞു പോയി. അപ്പോൾ പി ഓഫ് എയും പി ഓഫ് ബി എന്താ സാറേ? 1/7 അല്ലേ. വളരെ സിമ്പിൾ. 1/7 1/5. ഗുണനമാണ്, നേരിട്ടിട്ടാണ് പെടാം. നേരിട്ടാ ഗുണിക്കാം കേട്ടാ. ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യരുത് കേട്ടാ. പ്ലസ്സോ മൈനസോ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാം മക്കളെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അടി വാങ്ങിക്കുകയെ. 1 × 1 എത്ര? 1. 7 × 5 എത്രയാടാ? 35. പ്രതീക്ഷിക്കാം എക്സാമിന് വരുന്നത് കേട്ടോ. എടാ ഞാൻ അതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പി ഓഫ് എ യൂണിയൻ ബി. ഇതിന് ആൻസർ എല്ലാവരും എഴുതിയാ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എല്ലാവരും എഴുതിയാ? ഓക്കെ, ഇനി ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പി ഓഫ് എ യൂണിയൻ ബി. സാറേ മക്കളെ ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, പി ഓഫ് എ പ്ലസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ എഴുതി പോവുക. സാറേ ഇതെന്തപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതുന്നത്? അതിന് പി ഓഫ് എ യൂണിയൻ ബി ആയിട്ട് എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മാത്രമാണ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇൻഡിപെൻഡന്റ് ഇവന്റിൽ. പി ഓഫ് എ യൂണിയൻ ബി എന്താണ്? പഴയ പോലെ തന്നെയാണ് ഇക്വേഷൻ, അതിൽ മാറ്റുന്നില്ല. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പി ഓഫ് എയുടെ ആൻസർ എത്ര കിട്ടുന്നത്? 1/7 ആണ്. പ്ലസ് പി ഓഫ് ബി എത്രയാണ്? 1/5 ആണ്. മൈനസ്
പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഉത്തരം നമ്മൾ മുന്നേ കണ്ടെത്തണം. കാരണം ഇത് ഇൻഡിപെൻഡന്റ് ഇവന്റാണ്. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തൊട്ട് മുന്നേ നമ്മൾ കണ്ടെത്തി. എത്ര ഉത്തരം? 1/35. സാറേ ഇത് എനിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ടഫ് ആവാറുണ്ട്. മക്കളെ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് ഇട്ടതുള്ളൂ. ഡിനോമിനേറ്ററിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? 7 സാറേ, 5 സാറേ, 35 സാറേ, 35 വലിയ നമ്പർ. 35 നിങ്ങൾ പറ, 7നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 35? 7 5 35 സാർ. അപ്പോൾ 5 കൊണ്ട് ഗുണിച്ചാലാണല്ലേ 5 5 25 6 7 5 35. അപ്പോൾ മാക്സിലെ റൂൾ ആടിയിൽ 5 കൊടുത്താൽ എന്ത് ചെയ്യണം? മേളിൽ 5 കൊടുക്കണം. ഇനി നിങ്ങൾ പറ, ഇവിടെ 5നെ എത്ര കൊണ്ട് ഗുണിച്ചാലും 35 കിട്ടുക? അത് സാറ് 7 ഉൾട്ടാ പുൾട്ട അല്ലേ? സോ 7. അടിയിൽ എന്തെങ്കിലും കൊടുത്താൽ മേലെ കൊടുക്കണം, താഴെ എന്തെങ്കിലും കൊടുത്താൽ അത് മുകളിൽ കൊടുക്കണം. ഇനി സിംപ്ലിഫൈ ചെയ്യാം. 1 × 5 എത്രയുടെ? 5. 7 5 നമ്മൾ ആഗ്രഹിച്ച പോലെ 35 അല്ലേ? 7/35 1/30. ഇതൊന്നും ചെയ്യണ്ട, ഓൾറെഡി 35. അപ്പം നോക്കിയേ, ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആക്കി. ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു സൂത്രം ഉണ്ടല്ലേ? എന്താ സൂത്രം? ന്യൂമറേറ്റർ ഒക്കെ ചേർത്തണ്ട് എഴുതാം. 5 + 7 - 1 ഒക്കെ പടം കൂട്ടറ. 7 5 12 സോ 11 എത്ര പേരോടാ? 11/35. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If A and B are independent events, show that the probability of occurrence of at least one of A and B is 1 - P of A addition P. സാറേ എന്താണ് ഇത്? ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനാ, NCERTയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇത് മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുമായിട്ടുള്ള ഒരു പ്രൂഫാണ്. പക്ഷെ വളരെ 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 സിമ്പിൾ പ്രൂഫാണ് കേട്ടോ. അതും കാണുമ്പോൾ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഇതൊന്നും എനിക്ക് വേണ്ട സാറേ, ഒന്നും പറയണ്ട, കരയൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. ഇത് ഒരു കാരണവശാലും ഉത്തരം തരില്ല, അത് ഞാൻ ഗ്യാരണ്ടി തരാം. ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആർക്കും തെറ്റില്ല. അതിന് ഞാനൊരു സിമ്പിൾ ട്രിക്ക് ഇതിലുണ്ട് കേട്ടോ, നിങ്ങൾ പേടിക്കണ്ടേ. സോ ക്വസ്റ്റ്യൻ എന്നാണ് വായിക്കുക. ഇഫ് എ ആൻഡ് ബി ആർ 2 ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. നോക്കേ, ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞു കേട്ടോ. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഷോ ദാറ്റ് ദ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി? പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, അറ്റ്ലീസ്റ്റിന്റെ മീനിങ് പറഞ്ഞാൽ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ രണ്ടും. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒന്നുകിൽ എ, ഒന്നുകിൽ ബി അല്ലെങ്കിൽ രണ്ടും. അങ്ങനെ പറഞ്ഞാൽ സാർ എന്താ? പ്രോബിലിറ്റി ഓഫ് എ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ രണ്ടും എടുക്കാം. ഒന്നുകിൽ എ എടുക്കാം, ബി എടുക്കാം, അല്ലെങ്കിൽ രണ്ടും എടുക്കാം. രണ്ടും എടുക്കാം എന്ന് പറയുന്നതിനെ നമ്മൾ എന്താ യൂണിയൻ എന്നാണ് മാത്തമാറ്റിക്കലി പറയാം. യൂണിയൻ, രണ്ടും എടുക്കാം, ദാറ്റ് ഇസ് യൂണിയൻ. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ രണ്ടും എടുക്കാം, ദാറ്റ് ഇസ് എ യൂണിയൻ ബി. അപ്പോൾ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമല്ലേ പ്രോബബിലിറ്റി ഒക്കറൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞ സാധനം ഒറ്റയടിക്ക് ഞാൻ എഴുതിയിരിക്കുകയാണ് പി ഓഫ് എ യൂണിയൻ ബി. ഈസ് എന്ന് പറഞ്ഞാൽ മാത്സിൽ ഈക്വൽ ടു ആണ്. പഠിച്ചോ? ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു ആണ്. ഈക്വൽ ടു നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ LHS എടുക്കുക. ഇതാണല്ലോ LHS, ഇതാണല്ലോ LHS. LHS എടുത്തിട്ട് RHS ഇത് പ്രൂവ് ചെയ്യുക. പിന്നെന്താ? ഔട്ട്പുട്ട് നമ്മളെ കൈമണ്ടെങ്കിൽ പിന്നെ എന്താ? എന്തെങ്കിലും 4 തട്ട് കട്ടിയിട്ട് ആൻസർ എഴുതി വെച്ചാൽ പോരെ. അപ്പോൾ ഒരിക്കലും ഇത് ഉത്തരം തെറ്റാൻ പോകുന്നില്ല കേട്ടോ. എക്സാമിന് വരും, 2 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് എന്താ പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. സാർ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. എന്താ? എല്ലാവരും എഴുതിക്കോ. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ്, ഇവിടെ യൂണിയൻ അല്ലേ, അപ്പോൾ ഇവിടെ എന്ത് വരടാ? ഇന്റർസെക്ഷൻ ആണ് വരിക കേട്ടോ. അവിടെ എപ്പോഴും യൂണിയൻ തന്നെ എടുക്കണേ. കാരണം അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ ബി എന്നാണ്. ഓക്കെ, എല്ലാവരും സ്റ്റെപ്പ് എഴുതിക്കേ. ഇനി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അടുത്ത സ്റ്റെപ്പിൽ എന്താടാ? ഇവിടെ ഓൾറെഡി ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ചോ, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് ഓൾറെഡി ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ ഇവിടെ? പി ഓഫ് എ ഇൻറ്റു എന്ത് വരും മക്കളെ? പി ഓഫ് ബി. ഇത് സാറ് ഞങ്ങൾക്ക് അറിയുന്നതാണ്. കാരണം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് കൊടുക്കാം. എടാ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെയും കോമൺ കാണാം. സാറേ ഇവിടെ കോമൺ ഉണ്ട്. അപ്പോൾ പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ മാത്സിൽ നമുക്ക് അറിയാടാ, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 1 ആണ്. അതേപോലെ പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ മക്കളെ പി ഓഫ് ബി ഇൻറ്റു എന്താടാ? 1 ആണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പി ഓഫ് എ, ഞാൻ ആ കോമൺ നമ്പറിനെ വാല്യൂനെ പി ഓഫ് ബിനെ പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ ആരുണ്ട് മക്കളെ? അത് മറക്കരുത്, 1 ഉണ്ട്. 1 മൈനസ് ഓഫ് എന്ത് വരുവാടാ? പി ഓഫ് എ എന്ന് വരും. ഈ സ്റ്റെപ്പ് എല്ലാവരും ക്ലിയർ ആണോ? 1 മൈനസ് ഓഫ് പി ഓഫ് എ. ഇനി ശ്രദ്ധിക്കേണ്ടത് 1 മൈനസ് ഓഫ് പി ഓഫ് എ എന്താണെന്നുള്ളത് പഠിച്ചോ. ഒരു പ്രോബബിലിറ്റി ഓഫ് സക്സസും അതിൻ്റെ ഫെയിലിയറിനെ വിളിക്കുന്ന പേരാ പി ഓഫ് എ ഡാഷ്. രണ്ടും പാടെ കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 1 കിട്ടുക. ഇത് ജനറലായിട്ട് പഠി. ഈ പ്രോബബിലിറ്റിക്ക് ഒരു വലിയൊരു പവർ ഉണ്ട്. ഇപ്പം ഞാനൊരു കോയിൻ എടുത്ത് ടോസ് ചെയ്തു അല്ലെ, ഒരു കോയിൻ ടോസ് ചെയ്ത് വരുന്നത് എന്താണ്? ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. ഹെഡ് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഒരു കോയിൻ ടോസ് ചെയ്ത് ഒരു ബോങ്കല്ലേ വരുള്ളൂ, ദാറ്റ് ഇസ് 1. എത്ര സാമ്പിൾ സ്പേസ് ഉണ്ട്? 2 ഉണ്ട്. സോ 1/2 ആണ് പ്രോബിലിറ്റി ഓഫ് ഹെഡ് വരിക എന്ന് പറഞ്ഞാൽ 1/2, അതായത് 50%. പ്രോബിലിറ്റി ഓഫ് ടൈൽ വരിക എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ ഈ 1/2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ തരിക? മാത്തമാറ്റിക്കലി ആഡ് ചെയ്ത് നോക്കി നിങ്ങൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ 1 + 1 എത്ര വരും? 2/2. 2/2 ഒബ്വിയസ്ലി എത്ര വരിക? 1. അപ്പോൾ
പ്രോബബിലിറ്റി ഓഫ് സക്സസും അതിൻ്റെ ഫെയിലിയറിനെ നമ്മൾ ഇനി കണക്ഷൻ വരുന്ന പ്രോബ്ലം വരുന്നുണ്ട്, അതാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പ്രോബിലിറ്റി ഓഫ് എയും അതിൻ്റെ സക്സസും അതിൻ്റെ ഫെയിലിയർ, ദാറ്റ് ഈസ് പി ഓഫ് എ ഡാഷ് സമ്മ് ചെയ്താൽ എപ്പോഴും മാത്സിൽ പ്രോബിലിറ്റി എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. സോ പി ഓഫ് എ പ്ലസ് പി ഓഫ് എ ഡാഷ് എത്രയാ? 1 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്താ പറഞ്ഞത്? ഇവിടെ പി ഓഫ് എ ഡാഷ് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്താവും? അതൊക്കെ എല്ലാവർക്കും പറയുന്നത് 1 റൈറ്റ് ആൻസറിലുണ്ട് സാർ. പി ഓഫ് എ അങ്ങോട്ട് പോലെ എന്താവും? മൈനസ് പി ഓഫ് എ ആവും. അപ്പോൾ നമുക്ക് മനസ്സിലായി 1 മൈനസ് പി ഓഫ് എ എന്താണല്ലേ? പി ഓഫ് എ ഡാഷ് ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഇതൊക്കെ ഒരു കുട്ടിക്ക് ജനറലി അറിയേണ്ടതാണ്, ഒറ്റയടിക്കൂടെ കൊടുത്താൽ മതി കേട്ടോ. പി ഓഫ് എ ഡാഷ് ഈ സ്റ്റെപ്പ് വരെ നിങ്ങൾ എഴുതി. ഇനി വളരെ വളരെ സിമ്പിൾ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എത്തിയിട്ട് ആർക്കെങ്കിലുമൊക്കെ കുടുങ്ങി, ചില ആളുകൾക്ക് നാളത്തെ എക്സാം പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല സാറേ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അവസാനം ഇതിൻ്റെ ആൻസർ തന്നെ പേസ്റ്റ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ കിട്ടും. 2 മാർക്കാണെങ്കിൽ ഭാഗ്യമാണെങ്കിൽ ചിലപ്പോൾ 2 ഇട്ട് തരും, ചിലപ്പോൾ ഒരു 1.5 മാർക്ക് ഇട്ട് തരും. ഓക്കെ, ഇനി ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ സ്റ്റെപ്പും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ, ഇവിടുന്ന് ശ്രദ്ധിക്കാനുണ്ട്. ശ്രദ്ധിക്കാനുള്ള സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഇവിടെ ഒരു പി ഓഫ് എ ഡാഷ് ജനറേറ്റ് ചെയ്തല്ലോ. ഇവിടെ അപ്പോൾ ഈ കേസും നോക്കുകയാണെങ്കിൽ നല്ല നന്നായിട്ട് ചിന്തിക്കേണ്ട കുട്ടികൾക്ക് രീതിയിലാണ് പറയുന്നത്. ഇതിൽ പി ഓഫ് എ ഡാഷ് ഉണ്ട്, ഇതിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തെടുക്കാമായിരുന്നു. അപ്പോൾ സാറേ ഇവിടെ പി ഓഫ് എ അല്ലേ, ഇവിടെ ഒരു ഡാഷ് ഉണ്ടാക്കാൻ എന്താ? അതെ, നമുക്ക് സാറേ പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഓഫ് പി ഓഫ് എ. നിങ്ങൾ ഇവിടെ നോക്കി നോക്കെ, ഇവിടെ പി ഓഫ് എനെയാണ് നിർത്തിയിട്ടുണ്ടെങ്കിലോ, എടാ പി ഓഫ് എ പ്ലസ് പി ഓഫ് എ ഡാഷ് 1 അല്ലേ, ഇതിൽ പി ഓഫ് എനെ നിർത്തി കഴിഞ്ഞാൽ എന്താ വരിക? 1 മൈനസ് ഓഫ് എന്താ വരിക? പി ഓഫ് എ ഡാഷ് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പി ഓഫ് എനെ ഇവിടെ നമുക്ക് മാറ്റാം അല്ലേ, ഇത് മാറ്റാം. ഇവിടെ എഴുതാൻ സ്പേസ് ഉണ്ടോ? ഓക്കെ, അതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നത് കേട്ടോ. ഇവിടേക്ക് എഴുതട്ടെ, അതല്ല മക്കളെ, ഈ ക്വസ്റ്റ്യൻ അല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതാണ്. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് പി ഓഫ് എ യൂണിയൻ ബി ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള പി ഓഫ് എക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? 1 മൈനസ് ഓഫ് പി ഓഫ് എ ഡാഷ് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഉണ്ട് ഇതാ. ഓക്കെ, ഈ പി ഓഫ് എക്ക് പകരം 1 മൈനസ് ഓഫ് പി ഓഫ് എ ഡാഷ് കൊടുത്തു. ബാലൻസ് ഉള്ളത് അതുപോലെ എഴുതണം. ബാലൻസ് ഉള്ളത് എന്ത് ചെയ്യണം? പി ഓഫ് ബി, അതുപോലെ നമ്മൾ കൂടെ ആരുണ്ടാ? പി ഓഫ് എ ഡാഷ്. ഇനി ശ്രദ്ധിച്ചോ, 1 മൈനസ് നമ്മൾ ഔട്ട്പുട്ടിലോട്ട് എത്തിയിട്ടാണ്, അങ്ങനെ ഔട്ട്പുട്ടിലോട്ട് എത്താണ്. എടാ ഇവിടെ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി ഓഫ് എ ഇൻറ്റു 1 ആണല്ലോ. പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഡാഷ് ഇൻറ്റു 1 ആണല്ലോ പി ഓഫ് എ ഡാഷ്. ഇനി നോക്കുക, ഇവിടുന്ന് പി ഓഫ് എനെയും പി ഓഫ് എ ഡാഷിനും പുറത്തെടുക്കാം. 1നെ ഒന്നും ചെയ്യരുത്, 1 അങ്ങനെ വെക്കണം എക്സാമിന്, മൈനസ് അങ്ങനെ വെക്കണം. ഇപ്പം ചെറിയ കുട്ടികൾക്ക് ഡൗട്ട് വരും കേട്ടോ, എന്നാൽ ശ്രദ്ധിച്ചോ, പതുക്കെ പറഞ്ഞുതരാം. പി ഓഫ് എ ഡാഷ് ഇൻറ്റു 1 ആണ് പി ഓഫ് എ ഡാഷ്. ഇവിടുത്തെ പി ഓഫ് എ ഡാഷിന് ഇവിടുത്തെ പി ഓഫ് ഡാഷിന് ഞാൻ പുറത്തോട്ട് വലിച്ചു, പി ഓഫ് ഡാഷിന് പുറത്ത് വലിച്ചു. അപ്പോൾ നിങ്ങൾ പറ മൈനസ് ഓഫ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു 1 മൈനസ് ഇവിടെ 1. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു 1 മൈനസ് പി ഓഫ് എ ഡാഷ്. ഇവിടെ ഞാൻ എഴുതേണ്ട സിമ്പിൾ എന്താ? മൈനസാണ്. സാർ എന്താ മൈനസ് എഴുതാൻ കാരണം? നിങ്ങൾ നോക്കി, മൈനസ് ഇൻറ്റു മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. അപ്പം ഇവിടെ എന്താ വരിക? പി ഓഫ് ബി ആണ്. ഇവിടുത്തെ ചില ആളുകൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക, മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് പി ഓഫ് എ ഡാഷ്, മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു മൈനസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് പ്ലസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഡാഷ്. ആൻസർ കഴിഞ്ഞു. 1 മൈനസ്, സാറേ ഇത് കുറച്ച് പ്രയാസമുണ്ട്, ചില ആളുകൾ തോന്നും കേട്ടോ. 1 മൈനസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പി ഓഫ് എ അല്ലേ, ഇപ്പം പി ഓഫ് ബി പ്ലസ് പി ഓഫ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തെന്നെ? അതും 1 തന്നെയല്ലേ, എക്ക് പകരം ബി ആണെന്നല്ലേ ഉള്ളൂ. അപ്പോൾ 1 മൈനസ് പി ഓഫ് ബി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? പി ഓഫ് ബി ഡാഷ് ഇവിടെ നിർത്തിയാൽ മതി. പി ഓഫ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് ഓഫ് പി ഓഫ് ബി അല്ലേ. അപ്പോൾ 1 മൈനസ് ഓഫ് പി ഓഫ് ബി നമുക്ക് എന്ത് കൊടുക്കാം? പി ഓഫ് ബി ഡാഷ് എന്ന് കൊടുക്കാം. ഇപ്പം നമ്മൾ കറക്റ്റ് പ്രൂഫായി, RHS ആയി. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇവിടെ എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് പ്രാക്ടീസ് കുറവുള്ള കുട്ടികൾക്ക്, ഇപ്പോൾ നാളെ എക്സാം പ്രാക്ടീസ് കുറവാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പ്രതിസന്ധി നേരിടും, അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. അങ്ങനത്തെ കുട്ടികൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഔട്ട്പുട്ട് ആദ്യമേ എഴുതി വെക്കാം. ഞാൻ പറയുന്നത് ട്രിക്കാണ് കേട്ടോ, ടീച്ചറിനൊന്നും പറ്റിക്കാനുള്ള ട്രിക്കാണ്, ശരിക്കും പറ്റിക്കാം. ഇത്രയേ ഉള്ളൂ. ഔട്ട്പുട്ട് എഴുതി വെക്കാം. അതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ നോക്കി നോക്ക്, പി ഓഫ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് പി ഓഫ് ബി അല്ലടാ. പിന്നെ ഈ പി ഓഫ് എ ഡാഷ് അങ്ങോട്ട് എഴുതിയാൽ പോരെ. പിന്നെ അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ പിന്നെ നേരെ ഇങ്ങോട്ടാവും, നമ്മൾ ഇങ്ങോട്ട് എത്തും. അപ്പോൾ ഇവിടെ എത്തുന്ന ഒരാൾക്ക് അത് കറക്റ്റായില്ലേ? അപ്പോൾ ശരിക്കും ഇത് ടീച്ചേഴ്സിനെ പറ്റിക്കാവുന്ന കാര്യമുള്ളൂ. നേരെ ഔട്ട്പുട്ട് എഴുതി വെക്കുക. എന്താ പറഞ്ഞത്? നേരെ ഔട്ട്പുട്ട് എഴുതി വെക്കുക. കാരണം ഇതാണല്ലോ RHS. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട് ഔട്ട്പുട്ട്. അതിന് നേരെ പി ഓഫ് ഡാഷ് ഒരു സ്റ്റെപ്പ് മേൾക്ക് കയറ്റുമോ? ഈ ബ്രാക്കറ്റ് കൊണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ മൈനസ് പി ഓഫ് എ ഡാഷിൻ്റെ 1 മൈനസ് പി ഓഫ് എ ഡാഷ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പി ഓഫ് എ ഡാഷിൻ്റെ ബി, പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഡാഷ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പായില്ലേ? അപ്പോൾ ടീച്ചേഴ്സിന് അതൊക്കെ നൈസായിട്ട് പറ്റിക്കാവുന്ന കാര്യമുള്ളൂ. ഒരു മന്ത്രവാദി വന്നാലും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, പരമാവധി ചെയ്യാൻ പറ്റുമെന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുതന്ത്രങ്ങൾ ട്രിക്കൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഈ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ ശരിയാക്കുക കേട്ടോ. സ്ക്രീൻഷോട്ട് ചെയ്തോ. ഇത് സ്ക്രീൻഷോട്ട് ചെയ്തു. ഓക്കെ, ശരി. ഞാനിത് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ബാക്കോട്ട് നിന്ന് അടിച്ച് കണ്ടാൽ മതി കേട്ടോ.
എടാ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 അല്ലേ? പടപടാച്ചൊരു ക്വസ്റ്റ്യൻ പോകുന്നു, എത്ര സ്പീഡാ അല്ലേ? 2 events E and F are such that P of E equal to 0.6, P of E equal to 0. blah blah, P of എന്തോ ആവട്ടെ, ക്വസ്റ്റ്യൻ എന്താ? E and F are ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യണം E and F are ഇൻഡിപെൻഡന്റ്. അപ്പോൾ ഇൻഡിപെൻഡന്റിന്റെ ഫോർമുല എന്താ? നമ്മൾ വീണ്ടും എടുക്കുന്നു, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ പഠിച്ചത്, ഇവിടെ ലെറ്റർ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ എന്താ മക്കളെ? പി ഓഫ് ഇ ഇൻറ്റു എന്താടാ? പി ഓഫ് എന്താടാ? എഫ് ആണ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ സാറേ ഇവിടെ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്ന ആള് നമുക്ക് തന്നിട്ടില്ല സാറേ അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഓളെ കണ്ടുപിടിക്കാം. അപ്പോൾ ജനറലി പി ഓഫ് എ ഇന്റർസെക്ഷൻ എഫ് സാറേ എന്താ ഫോർമുല തന്നെ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ്, ഇവിടെ ഇന്റർസെക്ഷൻ ആണെങ്കിൽ എന്ത് വരടാ? അവിടെ എ സാറേ, എ ആണല്ലേ സാർ, പഴയ ഓർമ്മയില എഴുതി പോകുന്നല്ലേ. എഴുതു മക്കളെ, ഇവിടെ മൈനസ് ആണ്, ഇവിടെ എന്ത് വരുടാ? പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് നോക്കാം കേട്ടോ. അപ്പോൾ പി ഓഫ് ഇ ഒക്കെ ക്വസ്റ്റ്യനിലുണ്ട് ക്യൂണായിട്ട് 0.6, 0.2, പി ഓഫ് ഇതൊന്നും തന്നിട്ടുണ്ട് അല്ലേ? 0.68. ഓക്കെ പാടെ മൾട്ടിപ്ലൈ 0.6, 0.80 വരും. 80 68 പോയി കഴിഞ്ഞാൽ 90, 70, 11 അല്ലേ? 0.12 അല്ലേ? 0.12 സാർ ചെക്ക് ചെയ്യുന്നുണ്ട് ആൻസർക്ക്. കാരണം നിങ്ങൾ ഇനി തെറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊണ്ട് നല്ല വിളി കൂടും. മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്തോട്ടെ, സാർക്ക് സന്തോഷമുള്ള നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നത്. കാരണം നിങ്ങളെ മെസ്സേജൊക്കെ ഒന്ന് വായിക്കാമല്ലോ. ഓക്കെ 0.12 കറക്റ്റാണ്. ഓക്കെ സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ എഫിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് കൊടുക്കുക? 0.12 സമം പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ഇ എത്രയുടെ ഓൾറെഡി? ഇത് ചുമ്മാ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാണ്. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 0.2 ആണ്. ഒബ്വിയസ്ലി 0.12 ഈക്വൽ എന്താണ്? 0.12. സോ ചുമ്മാ നമുക്ക് പറയാം therefore E and F are ഇൻഡിപെൻഡൻറ്റ്. കാരണം രണ്ട് സൈഡും ഈക്വൽ അല്ലേ? നമുക്ക് എന്ത് പറയടാ? ഇ ആൻഡ് എഫ് ആർ എന്ത് പറയാം? ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇവിടേക്ക് വേണ്ട പി ഓഫ് എ ഇന്റർസെക്ഷൻ എഫിനെ നമ്മൾ എഫിനെ കണ്ടത് നമ്മൾ എന്താണ്? ജനറൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ്. പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് എ യൂണിയൻ ബി, ഇ യൂണിയൻ എഫ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താ, ഇതൊക്കെ പ്രീവിയസ് ഇയർ വന്നുള്ളതാണ്, ജസ്റ്റ് ചെയ്യുന്നു മാത്രം. സാധ്യത ഉണ്ട് ഇതൊക്കെ വരാൻ കേട്ടോ. 8ാമത്തെ ക്വസ്റ്റ്യൻ പ്രോബ്ലം ഓഫ്, ഞാൻ പ്രവചിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു സാറേ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് എൻ്റെ ഒരു പ്രവചന ക്വസ്റ്റ്യൻ. നാളെ തെങ്ങാനും വന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ച് മാറ്റിയെന്ന് പറഞ്ഞാൽ അട്ടി കിട്ടും കേട്ടോ. ഓക്കെ ഇത് എൻ്റെ ഒരു പ്രവചനമാണ്, നാളെ ഇത് സംഭവിക്കുന്നുള്ളത് കേട്ടോ. ഇപ്പോൾ ഇതിൽ വരുന്ന ഒരു പ്രവചിക്കാൻ പറ്റുന്ന എൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇതാണ്, ആദ്യ ക്വസ്റ്റ്യൻ. ഞാൻ ഇതുവരെ ഒരു ക്വസ്റ്റ്യനും പ്രവചിച്ചിട്ടൊന്നുമില്ലല്ലോ, ഒക്കെ സാധ്യതയെ പറഞ്ഞിട്ടുള്ളൂ. ഞാനിതൊന്നും പ്രവചിക്കുകയാണ്. ചിലപ്പോൾ നാളെ വന്നോളണമെന്നൊന്നുമില്ല, ചുമ്മാ ചിലപ്പോൾ നാളെ വന്നില്ല നിങ്ങളെല്ലാവരും കൂടെ മെസ്സേജ് ചെയ്ത് എന്നെ വിഷമിപ്പിക്കുകയൊന്നും വേണ്ട. പക്ഷേ എൻ്റെ ഒരു സാധ്യത ഞാൻ പറഞ്ഞോട്ടെ, കാരണം ഇത്രയും വർഷം ഞാൻ ക്ലാസ് എടുത്തതല്ലേ, അപ്പോൾ എൻ്റെ ഒരു സാധ്യത പറഞ്ഞോട്ടെ കേട്ടോ. ചിലപ്പോൾ ഇത് വന്നോളണമെന്നൊന്നുമില്ല, പിന്നെ നിങ്ങൾ അതിന് കുറച്ച് ടെൻഷൻ അടിക്കുന്നു വേണ്ട, പക്ഷേ ഞാനൊരു സാധ്യത പ്രവചിച്ചോട്ടെ കേട്ടോ. സോ പ്രോബിലിറ്റി ഓഫ് സോൾവിങ് സ്പെസിഫിക് പ്രോബ്ലം ഇൻഡിപെൻഡൻ്റ്ലി, ഇൻഡിപെൻഡൻ്റ്ലി by A and B are 1/2, 1/3 respectively. ഓക്കെ അപ്പോൾ പ്രോബിലിറ്റി ഓഫ് സോൾവിങ്, അതായത് ഇവർ രണ്ടാളും ഇൻഡിപെൻഡൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമില്ല. പി ഓഫ് എ സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ്? അവൻ 2 പ്രോബ്ലം, ഇതിൻ്റെ മീനിങ് എന്താ? 2 പ്രോബ്ലം കൊടുത്ത് ഒരു പ്രോബ്ലം ചെയ്യും, അത് തന്നെ പി ഓഫ് എ. അതുപോലെ ബീൻ്റെ പ്രത്യേകത എന്താ? 3 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ചെയ്യും. ഇതാണ് ഇവരുടെ സക്സസ് റേഷ്യോ, അതായത് പ്രോബിലിറ്റി ചെയ്യാനുള്ള കഴിവ്. അത് ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. If both try to solve the problem independently, okay, find the probability that the problem is solved. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്ന കൺഫ്യൂഷൻ ഉണ്ടാവും ചില ആളുകൾക്ക്. ബേസിക്കലി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. 2 ആൾ കൂടെ അത് പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇവർ പറയുന്നത്. ദ പ്രോബ്ലം ഈസ് സോൾവ്, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആളും പാടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല് എന്താ എന്നാണ് നമ്മളോട് ചോദിച്ചത്. ദ പ്രോബ്ലം ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്. ക്വസ്റ്റ്യൻ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ 2 ആളും കൂടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂടാ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ, സോറി ഇവിടെ യു എൻ അല്ലേ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 2 ആളും കൂടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ഞങ്ങൾ 2 ആളും കൂടെ പ്രോബ്ലം സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ സിംപ്ലി പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടാൽ മതി. ഓക്കെ സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എന്ത് വരൂടാ? ഇവിടെ യൂണിയൻ ആണെങ്കിൽ ഇവിടെ എന്ത് വരൂടാ? എ ഇന്റർസെക്ഷൻ ബി വരും. അപ്പോൾ സാർക്ക് ഒരു ഡൗട്ട് വന്നു, സാറേ ഇത് ഇൻഡിപെൻഡൻ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ക്വസ്റ്റ്യനിൽ? അതെ. അപ്പോൾ ഇൻഡിപെൻഡൻ്റ്ലി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ മാറ്റണം. അടുത്ത സ്റ്റെപ്പ് ഞാൻ അവിടെ കാണിക്കാം. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി, ഇവിടെ നിങ്ങൾ ചെറിയ ചേഞ്ച് വരുത്തണം. കാരണം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. അത് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുത്തു, കാരണം നമ്മൾ പഠിച്ചതാണ് ഇൻഡിപെൻഡൻ്റ് ഇവൻറ്റിൻ്റെ ഫോർമാറ്റ്. അത് നമ്മൾ കൊടുക്കും. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് തന്ന ഗിവൺ വാല്യൂസ് ജസ്റ്റ് അവിടെ കൊടുക്കുക. പറ പി ഓഫ് എ എത്രയാണ്? 1/2. പി ഓഫ് ബി എത്രയാണ്? 1/3 മൈനസ് പി ഓഫ് എ എത്രയാണ്? 1/2. പി ഓഫ് ബി എത്രയാണ്? 1/3. ഇത് സിംപ്ലിഫൈ ചെയ്ത ആൻസർ ആയി കേട്ടോ.
1/2 പ്ലസ് സമയം കട്ടാകുന്നില്ല 1/3 മൈനസ് 1/6 കിട്ടും. സാറേ ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണ്ടേ? LC എടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ കാണിക്കാം LC ഇതൊന്നും വലിയ ടഫൊന്നുമില്ല കേട്ടോ. അതൊക്കെ LC കാണാൻ സിമ്പിൾ. LCM കാണാനൊക്കെ എന്താ വളരെ സിമ്പിൾ. ഓക്കെ, ഡിനോമിനേറ്റർ ഏറ്റവും വലുതാര മക്കളെ 6. അപ്പോൾ ഇതിന് എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 3 കൊണ്ട് ഗുണിച്ചാൽ 6 ആവില്ല. അപ്പോൾ തന്നെ മാക്സിൻ്റെ റൂൾ മുകളിൽ 3 കൊണ്ട് ഗുണിക്കാം. ഇനി 3 എത്ര കൊണ്ട് ഗുണിച്ചാൽ 6 ആവുക 2, മുകളിൽ എന്ത് ചെയ്യുക 2. സോ സിമ്പിൾ ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഒന്ന് സിമ്പിളാക്കി വെക്കാം. അപ്പോൾ 1/3 3/6 2/6 മൈനസ് 1/6. സാറേ ഡിനോമിനേറ്റർ ഒക്കെ സെയിം. ഹായ്, എന്ത് സുഖം. ഇപ്പോൾ 3 + 2 - 1 പറ മക്കളെ. 3 + 2 5. 5 നിന്ന് കുറച്ച് എത്രയുടെ? 5 നിന്ന് കുറച്ച് 4. അപ്പോൾ 4/6. 4/6ൻ്റെ ഫൈനൽ ആൻസർ എന്താ? 4/6. 2 ഈവൺ ആണ്. കട്ടാക്കി കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ? 2/3. 2/3 ഇത് ഫൈനൽ ആൻസർ. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം സിമ്പിൾ അല്ലേ? ഇത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആട്ടോ മക്കളെ, ഇത് പഠിച്ചോളുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. എടാ ഇതിപ്പോൾ രണ്ടാളും കൂടെ സോൾവ് ചെയ്താണ്. ഇനി ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എക്സാക്ട്ലി വൺ ഓഫ് ദം വിൽ സോൾവ് ദി പ്രോബ്ലം. അത് വളരെ സിമ്പിളാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. നിങ്ങൾ ഈ വേർഡൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സോൾവ് ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് ചെയ്തോ. ഓക്കെ, സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചപ്പോൾ നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ അടുത്ത ബോർഡിലോട്ട് പോകുന്നില്ല, നിബന്ധന ചെയ്യാം. ഓക്കെ, എടാ ജനറലി നമ്മളെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? P(a) തന്നിട്ടുണ്ട്. എത്രയാണ്? 1/2. അതുപോലെ തന്നെ P(b) തന്നിട്ടുണ്ട് എന്ന് മക്കളെ 1/3. എടാ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ എക്സാക്ട്ലി വൺ ഓഫ് ദം വിൽ സോൾവ് ദി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് വരുന്നത് ഇങ്ങനെയാണ്. അതെ, പ്രോബബിലിറ്റി ഓഫ് A സോൾവ് ചെയ്യുകയാണെങ്കിൽ B സോൾവ് ചെയ്യില്ല. അപ്പോൾ B ഡാഷ് ഇടാം. സോൾവ് ചെയ്യാത്തതാണ് നമുക്ക് B ഡാഷ് ഇടാം. യൂണിയൻ. ഇനിയിപ്പോൾ സപ്പോസ് എയും ബി ആണല്ലോ. ഇപ്പോൾ A സോൾവ് ചെയ്താൽ B സോൾവ് ചെയ്യില്ല. ഇനിയിപ്പോൾ A സോൾവ് ചെയ്യില്ല, അപ്പോൾ ആര് സോൾവ് ചെയ്യും? B സോൾവ് ചെയ്തോളും. അപ്പോൾ രണ്ടാൾ ഒന്നുകിൽ വേണമെങ്കിൽ ഇവിടെ ആദ്യം എക്ക് കൊടുത്തോ. ഒക്കെ നിങ്ങളുടെ ചോയ്സ് കേട്ടോ. രണ്ടാമത് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഒന്നുകിൽ എക്ക് ആദ്യം വണ്ടപ്പോൾ ഡാഷ് കൊടുത്തോ. അപ്പോൾ A ചെയ്യുന്നുണ്ട്, ഇപ്പോൾ B ചെയ്യുന്നില്ല. യൂണിയൻ A ചെയ്യുന്നില്ല, ഇപ്പോൾ B ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഫോർമുല വരിക? അപ്പോൾ നമുക്ക് എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നുള്ളതാണ് മീനിങ് കേട്ടോ. B + P(a) B കൂട്ടുക. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരടാ? P(a) ഇൻറ്റു P(b) പ്ലസ് പ്രോബിലിറ്റി ഓഫ് A. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ P(a)യും P(b) ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ P(a) P(b) നമ്മുടെ കയ്യില്ല. അത് ഇവിടുന്ന് കിട്ടുവാടാ. നമുക്ക് ഓൾറെഡി നമ്മൾ പ്രോബ്ലം എന്താ പറഞ്ഞത്? നേരത്തെ ചെയ്ത അതേ സെയിം ഫോർമുല. പ്രോബിലിറ്റി ഓഫ് A പ്ലസ് അതിൻ്റെ ഡാഷ് സം ചെയ്താൽ എത്ര കിട്ടുക? പറ. എത്രയാടാ? 1 ആണ് അല്ലേ? അപ്പോൾ P(a) ഇവിടെ നിർത്തിയാൽ കിട്ടൂലേ? P(a) ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്ത് വരും? 1 മൈനസ് ഓഫ് P(a). 1 മൈനസ് ഓഫ് P(a) ഓൾറെഡി ഗിവൺ ആണ് ക്വസ്റ്റ്യനിൽ. എത്ര? 1/2. ഒന്നിന്ന് അര കുറച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായാലും അര കിട്ടും. ഓക്കെ, അപ്പോൾ അര കിട്ടി. ഇതേപോലെ തന്നെ P(b) പറ. P(b) പ്ലസ് P(b) അതൊക്കെ സൈഡിൽ വർക്ക് ചെയ്തോട്. അപ്പോൾ P(b) ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ? 1 മൈനസ് ഓഫ് P(b) അല്ലേ? P(b). സോ 1 മൈനസ് ഓഫ് P(b) എത്രയുടെ ഗിവൺ? 1/3. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. 1 × 3 3 മൈനസ് 1/3. അപ്പോൾ എന്ത് കിട്ടൂടാ? 2/3. ക്രോസ് മൾട്ടിപ്ലൈ കേട്ടോ. 2/3 ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ 2/3. സോ എല്ലാ വാല്യൂസും കിട്ടി. ഇവിടെ ആൻസർ കൊടുത്തോ. P(a) എത്രയാടാ? 1/2. P(b) എത്രയാടാ കിട്ടിയേ? 2/3. ഇവിടെ കിട്ടിയ ആൻസർ ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു മാത്രം. P(a) എത്രയാടാ? 1/2. P(b) എത്രയാടാ? 1/3. സോ 2 × 3 6 അല്ലേ? അപ്പോൾ 1 ഇൻറ്റു അല്ലേ? അപ്പോൾ 2/6 പ്ലസ് 1/6. ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ചെയ്തെഴുതാം. 1 + 1 ആൻസർ എത്രയാടാ? 2/6. രണ്ട് ഈവൺ നമ്പറാണ്. 1/3. 1/3 ആടാ ഫൈനൽ ആൻസർ. 1/3 ഈസ് ദി ഫൈനൽ ആൻസർ. രണ്ട് ഈവൺ നമ്പറാണ്. 2/6 1/3. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ബേസ് സാധനങ്ങളാണ്. ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ. ഞാനിത് പ്രവചിച്ചു കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നാളെ വന്നില്ലെങ്കിൽ എന്നെ വന്നിട്ട് ചീത്തൊന്നും പറയരുത് കേട്ടോ നിങ്ങൾ. പക്ഷേ ഇതൊരു പ്രവചനം മാത്രമാണ്. എൻ്റെ ഒരു സാധ്യത അത് പറഞ്ഞു മാത്രം. പറയാതെ മനസ്സിൽ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രോബ്ലം. ഓക്കെ, ശരി. ഇത് വരുമൊന്നുമില്ല ചിലപ്പോൾ. ഇതാ നെക്സ്റ്റ് ബേസ് തിയറാണ്. ലാസ്റ്റ് ടോപ്പിക്കാണ് ബേസ് തിയറം. ബേസ് തിയറം നിങ്ങൾ നോക്കും മക്കളെ, കുറേ പേർക്ക് ബേസ് തിയറം ടഫാണ്. കാരണം എന്താണെന്ന് അറിയാം, ഇതിൻ്റെ ഫോർമുലയാണ് എല്ലാവർക്കും ടഫ്. ബേസ് തിയറം ചെയ്യാൻ വളരെ സിമ്പിളാണെന്നേ. വളരെ സിമ്പിളാണ് ബേസ് തിയറം ചെയ്യാൻ കേട്ടോ. ഇത്രയുടെ 23 നല്ല സമയം, അത്യാവശ്യം സമയം. ഓക്കെ, നിങ്ങൾ സമയം നോക്കണ്ട, നമുക്കറിയാലോ. കഷ്ടപ്പെട്ട് എന്നിരുന്ന് വർക്ക് ചെയ്യും കേട്ടെ. ഉറക്കമൊക്കെ പിടിച്ചിരുന്ന് വർക്ക് ചെയ്യും. സോ ബേസ് തിയറം വളരെ സിമ്പിളാണ്. ശരികൾക്ക് ഫോർമുല പേടി. പക്ഷേ ബേസ് തിയറം നാളെ വന്നോളന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ മോഡലിന് വന്നത് കൊണ്ട് വന്നോളന്ന് ഞാൻ ഇല്ലാന്നാണ് പറഞ്ഞത്. പക്ഷേ ചിലപ്പം ബേസ് തിയറം വരും. അതുകൊണ്ട് ഞാൻ ബേസ് തിയറത്തിൻ്റെ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ +2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ബേസ് തിയറാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ രാത്രി നിങ്ങളത് കാണിക്കൂല. പക്ഷേ ഇത് ചെയ്തേ പറ്റൂ. കാരണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് +2 ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പ്രോബിലിറ്റിയിൽ പറയുന്നത് ബേസ് തിയറാണ്. പക്ഷേ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വന്നാലേ നമ്മൾ പെടണ്ട. അപ്പോൾ ചെയ്തോ കേട്ടോ. സോ ബേസ് തിയർ ഏതാ? പ്രോബബിലിറ്റി ഓഫ്. ഇവിടെ ശ്രദ്ധിച്ചോ,
പ്രോബിലിറ്റി ഓഫ് EI/A. നമ്മൾ പ്രോബബിലിറ്റി പറയുന്നത് എങ്ങനെയാണ്? എല്ലാവരും ഒന്ന് എഴുതിക്കാം. ബേസിയാണ് തെറ്റില്ലല്ലോ സാർക്ക്. രണ്ടാമത് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒറ്റയടിക്ക് കറക്റ്റാക്കി ചെയ്യുക, അത് മാത്രമേ പ്രോസസ്. ഓക്കെ, കറക്റ്റാണല്ലേ? ഓക്കെ, ശരി ശരി ശരി, കറക്റ്റ് തന്നെയാണ് സാർ. ഇത് അങ്ങോട്ട് മാറും ചിലപ്പോഴും. അതാണ് സാറ് 13 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്കിപ്പോഴും ചിലപ്പോൾ ഇത് EIയും Aയും അങ്ങോട്ടും മാറും. പക്ഷെ ഇത് എന്തുകൊണ്ടായിട്ട് സംഭവിക്കുന്നത്? ഇപ്പം ഞാൻ തുടർച്ചയായിട്ട് 12-13 വർഷം എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എക്സാമുള്ള ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കളിക്കും. അപ്പോൾ ആദ്യമേ പഠിക്കാം. എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളോട് ഷെയർ ചെയ്യും. നമുക്ക് അങ്ങനെ ഒന്നും മറച്ചു വെക്കാനില്ല. ഞാൻ ഒരിക്കലും വീഡിയോ കട്ടാക്കിയിട്ടും കൂടെ അല്ലേ വീഡിയോ എടുക്കുന്നത്, മനസ്സിലായില്ലേ? ഓപ്പൺ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. കാരണം എനിക്കിത് കട്ട് ചെയ്തിട്ട് രണ്ടാമത് എടുക്കാനുള്ള ഗ്യാപ്പില്ല, സമയമില്ല. സാറ് കുറച്ച് തിരക്കാണ്, ക്ലാസ്സും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഈ കമൻറ്റ് കണ്ടുകൊണ്ട് എൻ്റെ കണ്ണ് തുറന്നു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക. എടാ, നിങ്ങൾ EI എന്നുള്ളത് ആദ്യം പഠിക്കുക. പ്രോബിലിറ്റി ഓഫ് EI/A, പ്രോബിലിറ്റി ഓഫ് EI/A എന്ന് മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെ ഫോർമുലയായി. ഇതിൻ്റെ ഫോർമുല നോക്കട്ടെ, വളരെ സിമ്പിൾ. നോക്കട്ടെ, ഈ P കൊണ്ട് EIനെ ഗുണിക്കുക. അപ്പോൾ എന്താ വരിക? PEI എന്ത് വരൂടാ? PEI ഇൻറ്റു എന്ത് വരൂടാ മക്കളെ? P(A). ഇപ്പം ഞാൻ എന്താ ചെയ്തത്? ആദ്യം എന്താ ചെയ്തത്? ഈ PI കൊണ്ട് സാറേ തെറ്റി മനസ്സിലായോ? തെറ്റി. എന്നാലും ഞാൻ കട്ട് ചെയ്യില്ല കേട്ടോ, തെറ്റിയാലും കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ഫുൾ റിയാലിറ്റി കാണട്ടെ. സോ P(EI), കാരണം ഇതിൻ്റെ ഫോർമുല എപ്പോഴും തെറ്റുന്നുണ്ടെന്ന് മനസ്സിലായില്ലടാ, അതാണ് പ്രശ്നം കേട്ടോ. അപ്പോൾ ഫോർമുല പഠിക്കുക. P(EI) കേട്ടോ. എനിക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിലിട്ടത് കട്ട് ചെയ്യാം, പക്ഷെ ഞാൻ കട്ട് ചെയ്യില്ല കേട്ടോ. P(EI) മക്കളെ, ഇത് തലതിരിച്ച് എഴുതുക. സാറേ തലതിരിച്ചോ? PA/EI. ഇപ്പം എന്താ ചെയ്ത് വെച്ചേ എന്ന് പറഞ്ഞേ? ആദ്യം P കൊണ്ട് EI ഗുണിക്കുക. ഞാൻ പറഞ്ഞത് കാണാപാഠം പഠിക്കേണ്ട മെത്തേഡാണ്. ഞാൻ നിങ്ങൾക്ക് ട്രിക്കിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ സാർ നിങ്ങളോട് പറഞ്ഞത് ബൈഹാർട്ട് ചെയ്തോന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ പഠിപ്പിക്കണം, നാളെ എക്സാമിന് ചെയ്യേണ്ട വന്നാൽ P(EI) എന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. P(EI) ഇൻറ്റു ഇത് നേരെ തല തിരിച്ചെഴുതുക. അപ്പോൾ എന്ത് വരടാ? P(A/A). ഇനി രക്ഷപ്പെട്ടോടാ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സമ്മേഷൻ പിന്നെ എഴുതിക്കോ, J1 മുതൽ N വരെ. ഈ എഴുതിയ സാധനത്തിൻ്റെ അതേ ഫോട്ടോസ്റ്റാറ്റ് ഇങ്ങോട്ട് വെച്ചാൽ മതി. എന്താ പറഞ്ഞത്? മുകളിൽ എഴുതിയ അതേ സാധനത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് അടിയിലേക്ക് വെച്ചാൽ മതി. I മാറ്റി J ആക്കിയാൽ മതി. അപ്പോൾ സാർ ആ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അടിയിലേക്ക് വെച്ചോ. എന്താ? P(I) മാറ്റി ഞാൻ എന്താക്കണം എന്ന് പറഞ്ഞിട്ട് J ആക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അത് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. P(EI) എന്ത് വരോടാ? J. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫോർമുല. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സ്ക്രീൻഷോട്ട് ചെയ്തേ. ഓക്കെ, ഇനി നേരെ നമുക്ക് പ്രോബ്ലത്തിലോട്ട് വരാം. അല്ലേ, എല്ലാവരും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. ഓൾറെഡി മോഡലിൽ വന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ബാഗ് 1 contain 3 red and 4 black ball, while another bag 2 contain 5. അല്ലേ, ഒരു റീഡബിൾ പാസേജ് ആണ്, ഒന്നും കാര്യമൊക്കെ ഉണ്ടാകും, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബാഗ് 2 contain 5 red and 6 black ball. 1 ball is drawn at random from one of the bag and 2 found to be red. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ആൻഡ് ഫൗണ്ട് ടു ബി റെഡ്. എനിക്ക് തോന്നുന്നു മോഡലിന് വന്ന ക്വസ്റ്റ്യനിൽ ബ്ലാക്ക് ആയിരുന്നു തോന്നുന്നു. അല്ലേ, ബ്ലാക്ക് തന്നെയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, ഓർമ്മയിലുണ്ട്. ഇത് റെഡാണ്, ടെക്സ്റ്റ് ബുക്കിൽ റെഡാണ്. പക്ഷെ നിങ്ങൾക്ക് വന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ റെഡാണ്, സോറി ബ്ലാക്ക് ആണ്. ചിലപ്പോൾ ഇനി വരുമ്പോൾ റെഡ് ആയിരിക്കും. വന്നാലിട്ടോ നമ്മൾ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്ത് ചെയ്തോട്ടെ, ആരും സ്കിപ്പ് ചെയ്യണ്ട. ഫൈൻഡ് ദി പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഡ്രോൺ ഫ്രം ബാഗ് 2. ബാഗ് 2ൽ നിന്ന് എടുക്കാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയാണ് ഇന്ന ബാഗിൽ നിന്ന് ഫൈൻഡ് ദി പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഡ്രോൺ ഫ്രം ബാഗ് 2 എന്ന് പറഞ്ഞ നമ്പർ ഇട്ടിട്ട് പറഞ്ഞാൽ, കാരണം മോഡൽ എക്സാമിന് ബാഗ് 1 എന്നാവുകൊണ്ട് വന്നതാണ്. അങ്ങനെ വന്നാൽ ഐയുടെ സ്ഥാനത്ത് 1 ആണ് കൊടുക്കണ്ടേ. ശ്രദ്ധിച്ചോ, അത് ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ബാഗ് 2 എന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ ഐ എത്രയാണ് മക്കളെ? ഐ എത്രയാണ്? 2 ആണ്. അതല്ല ബാഗ് 1 എന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ I 1 ആണ്. അതല്ല പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, റാൻഡായിട്ട് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I 1 കൊടുത്താൽ മതി. കാരണം ഫസ്റ്റ് ബാഗ് എടുത്താൽ മതി. കൃത്യം 2 എന്ന് പറഞ്ഞാൽ 2I കൊടുക്കണം. ഓക്കേടാ, ശരി. ഇനി എത്ര ബാഗ് ഉണ്ട്? 2 ബാഗ് ഉണ്ട്. അപ്പോൾ ഞാൻ 2 ബാഗിൻ്റെ പടം വരക്കാം. അവിടെ ഞാൻ 2 ബാഗ് വരക്കാം. 2 ബാഗിൽ എന്തൊക്കെ കണ്ടന്റ് ഉള്ളതൊന്ന് എഴുതി വെക്കാം. ദാറ്റ് ഈസ് ബാഗ് 1, ബാഗ് 2. ചെറിയ ബാഗ് വരച്ച് വെച്ചാൽ മതി കേട്ടോ. 3 റെഡ്. ഞാൻ അധികം കോമഡി പറയുന്നില്ല, കാരണം നാളെ എക്സാം ആകുമ്പോൾ നിങ്ങൾ ആകെ വട്ട് പിടിച്ചിട്ടായിരിക്കുന്നത് എനിക്കറിയാം. അനദർ ബാഗ് കണ്ടെയ്ൻ 5 റെഡ് 6 ബ്ലാക്ക്. ഓക്കെ, ജനറലി നമ്മളെ ബാഗിലുള്ള കണ്ടന്റുകളൊക്കെ എഴുതി വെച്ചു. ഓക്കെ, ഇനി ഇവിടെ ജനറലി നമുക്ക് അറിയേണ്ടത് എ എന്ന് പറയുന്ന നമ്മൾ അസംഷൻ എടുക്കുന്നത് റെഡ് ബോൾ എടുക്കുന്നതാണ്. ജസ്റ്റ് റെഡ് ബോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് എഴുതുന്നുള്ളത്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എഴുതുന്നില്ല സ്കൂളിൽ ഇതുപോലെ. അങ്ങനെ എഴുതിയാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എക്സാമിന് നാളെ കേട്ടോ. സിംപ്ലി എ എന്ന് പറഞ്ഞാൽ റെഡ് ബോൾ എന്ന് വെച്ചാൽ മതി കേട്ടോ. എ ആണ് നമ്മൾ റെഡ് ബോൾ ആയിട്ട് എടുക്കുന്നത് സങ്കല്പിക്കും. അപ്പോൾ പ്രോബബിലിറ്റി ആണ് ഈ പറയുന്നത് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഫോർമുല എഴുതാം. അല്ലേ, ഫോർമുല എഴുതിയാലും ഇവിടെ സെറ്റ് ആവുള്ളൂ. നേരെ കാണാപാഠം പഠിച്ച ഈ ഫോർമുല എന്ത് ചെയ്യുക? അതേപോലെ എഴുതി വെക്കാം. അതേപോലെ എഴുതി വെക്കാം. അതിനുശേഷം ഐ നമുക്കറിയാം. ഞാൻ പറഞ്ഞു ഏത് ബാഗിൽ നിന്നാണ് എടുക്കുന്നത്?
1 അല്ല 20. മോഡൽ എക്സാമിന് ഫസ്റ്റ് ബാഗ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ നമ്മൾ സെക്കൻഡ് ബാഗ് പറഞ്ഞാൽ സെക്കൻഡ് എന്നാക്കി, അല്ലെങ്കിൽ 1 എന്ന് ഇവിടെ കൊടുത്താൽ മതി, വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ പ്രോബിലിറ്റി ഒബ്വിയസ്ലി ഇവിടെ I 2 കൊടുത്ത സ്ഥിതിക്ക് ഇവിടെ എന്ത് വരും? ഇവിടെ 2 വരും. സാറേ ഇവിടെ പ്രോബിലിറ്റി ഓഫ് A/E 2, സാറേ തെറ്റല്ലേ, 2 ഓൾ ഡിവൈഡ് ബൈ. ഇനി എത്ര ബാഗ് ഉണ്ട്? J 1 മുതൽ N വരെ എന്ന് പറഞ്ഞാൽ 2 ബാഗാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 ബാഗിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് പ്രോബിലിറ്റി ഓഫ്, ഇനി ഇത് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ഇനി ഇത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ജെക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക, 1 കൊടുക്കുക. J 1 മുതൽ N വരെ എന്നല്ല, 2 ബോക്സ് അല്ലേ, 2 പാത്രമല്ലേ. അപ്പോൾ Iക്ക് Jക്ക് 1 കൊടുക്കുക ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A/1 സം ഓഫ്, ഇത് സം അല്ലെ, സിഗ്മ അല്ലെങ്കിൽ സം എന്ന് വിളിക്കും. അപ്പോൾ 1 കൊടുത്തു, ഇനി 2 കൊടുക്കുക. 2 കൊടുത്തിട്ട് പറ പ്രോബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A/E2. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫോർമാറ്റ് സെറ്റായി. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ, ഞാനിത് മായ്ക്കുന്നതുകൊണ്ട് മേളിൽ മായ്ക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വാല്യൂസ് ഞാൻ കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, തൽക്കാലം ഇതൊക്കെ മായ്ച്ചോളാം, ഇതുവരെ മായ്ച്ചു, അതങ്ങനെ കിടന്നോട്ടെ. ഇനി ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. പ്രോബിലിറ്റി ഓഫ് E2 ബൈ A സമം. എടാ P ഓഫ് E2 P ഓഫ് A/E2 ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഇവിടെ നിന്ന് തന്നെ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം നിങ്ങൾ. അപ്പോൾ ഇവിടെ ഈ P ഓഫ് E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് കൂടെ നോട്ട് ചെയ്തോ, സെലക്ഷൻ ഓഫ് ബാഗ് 1. എന്താ സാറൊക്കെ പറയുന്നത്? E2 എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി എന്താണ് പറഞ്ഞോ, സെലക്ഷൻ ഓഫ് ബാഗ് 2. എടാ നമ്മളെ കൈമ 2 ബാഗുള്ളത്. അപ്പോൾ ഒന്നാമത് E1 ഇവൻ്റെ എന്താടാ, സെലക്ഷൻ ഓഫ് ബാഗ് 1 എന്ന് എഴുതുക. E2 എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ബാഗ് 2 എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ ഇവിടെ റാൻഡായിട്ട് ബാഗ് ചൂസ് ചെയ്യണം. എത്ര ബാഗ് ഉണ്ട്? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, പ്രോബബിലിറ്റി ഓഫ്, അത് ഇവിടെ എഴുതാം, ഇതാണ് എളുപ്പം. പ്രോബബിലിറ്റി ഓഫ് E1ഉം പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറഞ്ഞാലും എന്താ വരിക? E1 എന്ന് പറഞ്ഞാൽ ബാഗ് സെലക്ഷൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, E2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബാഗ് സെലക്ഷൻ ആണ്, മറ്റേത് ഫസ്റ്റ് ബാഗ് സെലക്ഷൻ ആണ്. പ്രോബബിലിറ്റിയിൽ പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഫോർമുല നമ്പർ ഓഫ് A ബൈ നമ്പർ ഓഫ് S എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ പറ പ്രോബിലിറ്റി ഓഫ് E1 എത്രയാ? E1 സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബാഗ് 1 സെലക്ട് ചെയ്യാൻ ഒരു സാധ്യതയുള്ളൂ, ഔട്ട് ഓഫ് എത്ര ബാഗിൽ നിന്ന്? 2 ബാഗിൽ നിന്ന്. അപ്പോൾ P ഓഫ് E2 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, 2 ബാഗിൽ നിന്ന് ഒരു ബാഗ് സെലക്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും 2 ബാഗിൻ്റെ കേസ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് E1ഉം പ്രോബിലിറ്റി ഓഫ് E2ഉം എപ്പോഴും എന്തായിരിക്കും 1/2. 3 ബാഗ് ഉണ്ടെങ്കിൽ 3 പാത്രമുള്ള, നമ്മളൊരു പ്രോബ്ലം കൊണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, 3 പാത്രമുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ അവിടെ 1/3 ആയിരിക്കും. ഓക്കെ, മറ്റേത് 2 2 1. പ്രോബിലിറ്റിയിൽ പറയുന്നത് കൊണ്ടാണ് നമ്മൾ A/B ഫോർമാറ്റിൽ നമ്പർ ഓഫ് A ബൈ നമ്പർ ഓഫ് S നമ്മൾ എഴുതിയത് 1/2. ഇനി പ്രോബിലിറ്റി ഓഫ് A/E1 എന്ന് പറഞ്ഞാൽ എന്താ സാർ? ഇത് എവിടുന്ന കിട്ടി സാർക്ക്? അത് ക്വസ്റ്റ്യനിൽ ഇവിടെ നോക്കേ സാർ, ഇതൊക്കെ എവിടുന്ന സാർ എടുത്തുകൊണ്ടിരുന്നത്? നോക്കേ, ഇവിടെ ഉണ്ട്, നോക്കേ ഇവിടെ നോക്കേ. ഇനി പ്രോബിലിറ്റി ഓഫ് A/E2 കാണണം, പ്രോബിലിറ്റി ഓഫ് A/E1 കാണണം, ആ സെയിം സാധനം തന്നെ ഇവിടെ ഉള്ളത് A/E2. അപ്പോൾ ഇത് ഇവിടെ കാണേണ്ടത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അത് ഇവിടെ കണ്ടെത്തണം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് E1 വളരെ സിമ്പിളാണ്. മൊത്തം E1 എന്ന് പറഞ്ഞ ഇവൻ്റെ ഒന്നാമത്തെ പാത്രത്തിൽ മൊത്തം എത്ര ബോളുണ്ട്? 7 ബോളുണ്ട്, 4 3 7 ഉണ്ട്. അതിൽ A എന്ന് പറഞ്ഞാൽ എന്ത് വരാനാണ്? റെഡ് വരാനാണ്. റെഡ് എത്ര ഉള്ളത്? 3/7, അത്രയേ ഉള്ളൂ. അങ്ങനെ പ്രോബിലിറ്റി ഓഫ് സാർ A/E2 എന്താ? നിങ്ങൾ പറയടാ A/E2. ഈ പാത്രത്തിൽ മൊത്തം എത്ര ബോളുണ്ട്? 11 ഉണ്ട്. അതിൽ റെഡ് എത്ര ഉണ്ട്? 5 ഉണ്ട്. ഓക്കെ, ഈ 2 ആൻസറുകളും നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. ഏതൊക്കെയാണ്? 3/7ഉം 5/11. തെറ്റരുതേ, ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ കൊടുത്തോ P ഓഫ് E2 1/2 ഇൻറ്റു P ഓഫ് A/E2. സാർ ഇത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് A/E2 5/11. 5/11 സം ഓഫ് പറ P ഓഫ്, അല്ല അത്ര തന്നെ ഉള്ളൂ, ന്യൂമറേറ്റർ സാർ അത്ര തന്നെ ഉള്ളൂ. 1/2 P ഓഫ് E2 1/2 P ഓഫ് A/E2 5/11 ഓൾ ഡിവൈഡ് ബൈ. ഇനി P ഓഫ് E1 എന്ന് പറഞ്ഞാൽ 1/2. P ഓഫ് A/E1 ഇത്രയും 3/7 അല്ലേ? 3/7 ആണോ? അല്ലേ, തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ സോറി 3/7 കറക്റ്റാണല്ലേ? 3/7. ഓക്കെ, P ഓഫ് E2 again 1/2 ഇൻറ്റു P ഓഫ് A/E2 5/11. 5/11 ഇതുവരെ സ്റ്റെപ്പ് എഴുതിയില്ല. എടാ അപ്പം ഞാൻ ഇവിടെ വായിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഭാഗം കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ വായിച്ച് പോവാണ്, നിങ്ങളിങ്ങനെ എഴുതി പോകണം കേട്ടോ. ഇനി സിമ്പിളാടാ. നോക്കേ, ഇങ്ങനത്തെ പ്രോബ്ലം എപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നോക്കേ, ഇവിടെ ഒരു 1/2 ഉണ്ട്, ഇവിടെ 2 കോമൺ ഉണ്ട്. അത് എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ വരും. ആ കോമണെ തട്ടിക്കളയാം ഒറ്റയടിക്ക്. ഒന്നുകിൽ നല്ല കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഒറ്റ വെട്ടിയാണ്, ഇത് വെട്ട്. ഇത് നല്ല കോൺഫിഡൻ്റ് ഉള്ള ഒരാൾക്ക് ഇത്രേ വെട്ടാനുള്ളൂ. അതല്ല സാറേ, എനിക്ക് അത്ര കോൺഫിഡൻ്റ് ഒന്നുമില്ല, ഞാൻ പാവം കുട്ടിയാണ്. സോ 1/2 ഇൻറ്റു 5/11 രണ്ടിന്നും കോമൺ 1/2 എടുത്തു. ഇതൊന്നും ആവശ്യമില്ല മക്കളെ, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് കുറവുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 1/2 ഇങ്ങനെ വെട്ടിക്കോ. വെട്ടി എങ്ങനെയെങ്കിലും വെട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ ഉള്ളത് പറ? 5/11 പിന്നെ എന്താ ഉള്ള? 3/7 പ്ലസ് 5/11. മക്കളവിടെ LC ഒന്നും കാണാൻ പറ്റില്ല, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനപ്പോൾ ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. സോ 5/11 ഓൾ ബൈ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ. 3 × 11 33 പ്ലസ് 5 × 7 35, 11 ×
77 അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ എങ്ങനെയാണല്ലോ 11 ഇൻറ്റു എഴുതുന്ന 7 11 ഇൻറ്റു 7. ഓക്കെ, സിംപ്ലിഫൈ ചെയ്തോ. 5/11 33 30 60 68 അല്ലേ? 68/77. എടാ അതിനെ നേരെ തിരിച്ചെഴുതിക്കോ. ഇപ്പം നമുക്ക് കിട്ടിയത് മക്കളെ 5/11 ഇൻറ്റു ഇത് നേരെ 68/17 നേരെ ന്യൂമറേറ്ററിലോട്ട് പോയാൽ എന്താണ് വരിക? 77/68. ഓക്കെ, എടാ 11 77 എത്ര തവണ പോവും? 7 തവണ അല്ലേ? 7 തവണ ആണ്. 7 ഇൻറ്റു 5 എത്രയാടാ? 35/68. ഈ ഫാൻസി നമ്പർ ഓർത്ത് വെച്ചോ കേട്ടോ. പക്ഷെ ഇത് എക്സാമിന് ഒരു ലവ് ഒക്കെ ടക്ക് അല്ലേ? ലവ് ഇടാനൊന്നും അറിയില്ലടാ. എന്തായാലും 35/68 അതിൻ്റെ ഉത്തരം. പക്ഷേ ഇത് ഓൾറെഡി മക്കളത് വന്ന ക്വസ്റ്റ്യൻ. പക്ഷേ ഈ വർഷം മോഡലിന് വന്ന ക്വസ്റ്റ്യൻ ആക്ച്വലി ബ്ലാക്ക് ബാഗാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. റെഡിന് പകരം ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും റെഡിന് പകരം ബ്ലാക്കിൽ എത്രയാണോ നമ്പർ അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ആ ബോക്സിൽ നിന്നും ബ്ലാക്കിൻ്റെ പകരം റെഡാണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളെ മോഡലായി ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, ഈ 4 അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, പക്ഷേ ഇത് ഞാൻ വരുന്നൊന്നും അത്ര ഉറപ്പ് പറയണമെന്നില്ല. പക്ഷേ ബേസ് ഇയർ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ആണ് കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, അതിലുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ പറയുന്നത്. ഗിവൺ 3 ഐഡന്റിക്കൽ ബോക്സസ് 1 2 3 ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈച്ച് കണ്ടെയ്ൻ 2 coins. ബോക്സ് 1 ബോത്ത് കോയിൻസ് ഗോൾഡ് ആർ അല്ലേ? വായിച്ചു 2 coins. ഇൻ ബോക്സ് 1 ബോത്ത് കോയിൻസ് ആർ ഗോൾഡ് കോയിൻ. ഇൻ ബോക്സ് 2 3 ബോക്സ് ഉണ്ട്. ബോക്സ് 1 ബോക്സ് 2 ബോക്സ് 3. ഓക്കെ, ഇറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ നമ്പറാണ് അതൊക്കെ ചെയ്യാനൊക്കെ. സിംപ്ലിഫൈ ചെയ്യാനൊക്കെ സിമ്പിളാണ്, കാരണം ചെറിയ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഗിവൺ 3 ഐഡന്റിക്കൽ ബോക്സ് 1 2 3 കണ്ടെയ്നിങ് ഗോൾഡ് കോയിൻ ആണ്. ഇൻ ബോക്സ് 1 എന്താണ്? ബോത്ത് കോയിൻസ് ആർ ഗോൾഡ് കോയിൻ. അപ്പോൾ രണ്ടും ഗോൾഡാണ്. അപ്പോൾ 2 G എന്ന് എഴുതി. ഇൻ സെക്കൻഡ് ബോക്സ് ബോത്ത് ആർ സിൽവർ. 2 S അല്ലേ? 2 S. ഇൻ തേർഡ് ദർ ഈസ് എ 1 ഗോൾഡ് ആൻഡ് 1 സിൽവർ അല്ലേ? 1 ഗോൾഡ് 1 സിൽവർ S എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് 1 2 3. ഓക്കെ, സോ ഇവിടെ നമുക്ക് ജനറലി പറയാൻ പറ്റൂടാ. ഞാൻ ഒറ്റയടിക്ക് എഴുതുന്നോക്കെ ഇവിടെ ഈ പറഞ്ഞ പോലൊക്കെ സാധനം എഴുതിക്കോട്ടോ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗോൾഡ് കോയിൻ. അതുകൊണ്ട് എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് വായിച്ചോ. എ പേഴ്സൺ ചൂസ് എ ബോക്സ് അറ്റ് റാൻഡം ടേക്ക് ഔട്ട് എ കോയിൻ. ഒരു കോയിൻ എടുക്കണം. ഇഫ് ദ കോയിൻ ഈസ് ഗോൾഡ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഫൗണ്ട് ചെയ്യുന്നത് ഫൗണ്ട് ടു ബി ഗോൾഡ് കേട്ടോ. ഫൗണ്ട് ടു ബി ഗോൾഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റെഡ് എന്ന് പറഞ്ഞ പോലെ. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദ കോയിൻ ദാറ്റ് ബോക്സ് ഈസ് ആൾസോ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദ അതർ കോയിൻ ഒന്നുമില്ല. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന ബോക്സിൽ നിന്ന് ഗോൾഡ് കോയിൻ എടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഐ എത്ര ആയിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. ഈ പ്രോബ്ലം പ്രീവിയസ് ഇയർ വന്നിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോ. ചിലപ്പോഴേ വരുള്ളൂ, എന്നാലും 1 ആണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഞാൻ പെട്ടെന്ന് ആൻസർ ചെയ്യാം. സോ പ്രോബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാലും പ്രോബിലിറ്റി ഓഫ് E2 എന്ന് പറഞ്ഞാലും പ്രോബിലിറ്റി ഓഫ് E3 എന്ന് പറഞ്ഞാലും സെലക്ഷൻ ഓഫ് ബാഗ് ആണല്ലോ. ഇവിടെ ബാഗിന് പകരം ഗോൾഡിൻ്റെ പാത്രമാണല്ലോ. അപ്പോൾ E1 എന്ന് പറഞ്ഞാൽ 1ാമത്തെ പാത്രം, 2ാമത്തെ പാത്രം, 3ാമത്തെ പാത്രമാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഔട്ട് ഓഫ് 3 പാത്രത്തിൽ നിന്ന് 1 എടുക്കുക എന്നുള്ള. നേരത്തെ 1/2 ആണെങ്കിൽ ഇവിടെ എന്താടാ വരിക? 1/3. ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ കാര്യമുള്ളൂ. ഇനി പറ ഓരോ ഇവൻറ്റുകൾ പറ. ഇതിൻ്റെ അടിയിൽ തന്നെ ഞാൻ ഓരോ ഇവൻ്റ് എഴുതി വെച്ചിന്. ഇത് 1ാമത്തെ പാത്രം, ഇത് 2, ഇത് 3. ഞാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എഴുതാം. പറ പ്രോബിലിറ്റി ഓഫ് A/E1 അല്ലേ? ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുക. എന്താണ് പ്രോബിലിറ്റി ഓഫ് A/E1 എന്ന് പറഞ്ഞാൽ പറ. 1ാമത്തെ പാത്രത്തിൽ എത്ര എണ്ണ? ഔട്ട് ഓഫ് 2 എണ്ണമാണ് എല്ലാ പാത്രത്തിലുള്ളത്. 2ഉം ഗോൾഡാണ്. അപ്പോൾ 2/2 എത്ര മക്കളെ? 1 ആണ് ആൻസർ. ഇനി ഇവിടെ പറയടാ P ഓഫ് A/E2 എന്ന് പറഞ്ഞ പാത്രത്തിൽ മൊത്തത്തിന് 2 എണ്ണം ഉണ്ട്. എത്ര ഗോൾഡ് വരും? ഈ പാത്രത്തിൽ ഗോൾഡ് ഉണ്ടാ? ഗോൾഡ് ഇല്ല, 0. ന്യൂമറേറ്റർ 0 ആണെങ്കിൽ ആൻസർ എന്താ? 0. 3ാമത്തെ കേസ് പ്രോബിലിറ്റി ഓഫ് A/E2 E3 3ാമത്തെ അല്ലേ? E3. സോ പറ 2 എണ്ണം ഔട്ട് ഓഫ് എത്ര ഗോൾഡ് ഉണ്ട്? 1 ഗോൾഡ് 1/2. കാണുന്നുണ്ടാ? ശരി കാണുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, സോ P ഓഫ് A/E3 എത്രയാടാ? 1/2. ഇതൊക്കെ നേരെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ. നേരെ എന്ത് ചെയ്യുക? ഫോർമുലയിലോട്ട് പോവാം. നമ്മളെവിടെ ബേസ് ഇയറിൻ്റെ ഫോർമുല എഴുതി ഇവിടെ. അതൊക്കെ നമ്മൾ മായ്ച്ചു പോയല്ലേ. ഇപ്പോൾ ഇവിടെ ക്ലിയർ ചെയ്യാം. പറ എന്താ നമ്മളെ ഫോർമുല? സാറേ എഴുതിക്കൂട്. P ഓഫ് അല്ലേ EI/A ഈസ് ഈക്വൽ ടു തളരാതെ അവസാനം വരെ പിടിച്ചിരിക്കണം കേട്ടോ. P ഓഫ് തല തിരിച്ചെഴുതുക A/EI ഓൾ ഡിവൈഡ് ബൈ സം ഓഫ് J1 to N. അതേപോലെ ചെയ്യാം അല്ലേ? ഐക്ക് പകരം J കൊടുക്കുക സാറേ. P ഓഫ് A/EJ. ശരി, ഇനി P ഓഫ് EI നമുക്ക് I എത്ര കൊടുക്കുക? 1 ആണ് കൊടുക്കേണ്ടത്. അടുത്ത സ്റ്റെപ്പിൽ Iക്ക് 1 കൊടുക്കുക. സോ പ്രോബിലിറ്റി ഓഫ്, കാരണം ഇന്ന ബോക്സ് എന്ന് പറയാത്തതുകൊണ്ടാണ് നമ്മൾ 1 കൊടുക്കുന്നത് കേട്ടോ. സോ പ്രോബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A/E1 ഓൾ ഡിവൈഡ് ബൈ എത്ര ബോക്സിൻ്റെ ഇവിടെ? 3 ബോക്സ് ആണുള്ളത്. അപ്പോൾ J1 2 3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം അല്ലേ? അപ്പോൾ Jക്ക് ആദ്യം 1 കൊടുക്കാം. P ഓഫ് അല്ലേ 1 ഇൻറ്റു P ഓഫ് A/E1 പ്ലസ്
പ്രോബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A by E2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് E3 ഇൻറ്റു എന്തിടാ പ്രോബിലിറ്റി ഓഫ് A by E3. സോ വാല്യൂസ് ഒക്കെ കൊടുത്തു. ഇനി എല്ലാ വാല്യൂസും ജസ്റ്റ് പുട്ട് ചെയ്ത് പോവാം. ഞാൻ ഇത് എഴുതിയാ എല്ലാവരും എഴുതിയാ ഇവിടെ തന്നെ കൊടുക്കാം, സ്പേസ് ഉണ്ടല്ലോ ഇവിടെ തന്നെ കൊടുക്കാം. പ്രോബിലിറ്റി ഓഫ് E1 എല്ലാം നമുക്ക് 1/3 ആണെന്ന് അറിയാം. P of A by E1 ഞാൻ ആലോചിച്ച് കേട്ടോ 2 ഗോൾഡ് 1 ആയിരുന്നു 1 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ P of E1 1/3 പ്ലസ് P of A by E1 ഇവിടെ ഇൻറ്റു അല്ലേ. P of A by E1 എത്രയാടാ 1/1 ആണ്. സോ P of E2 1/3. P of A by E2 രണ്ടാമത്തെ ബോക്സിൽ 0 അല്ലേ ഉത്തരം വന്നതിന് 0. സോ പ്ലസ് P of E3 1/3 ഇൻറ്റു P of A by E3 മൂന്നാമത്തെ ബോക്സിൽ ഒരു ഗോൾഡും ഒരു സിൽവർ. ഗോൾഡ് ഒന്നല്ലേ ഔട്ട് ഓഫ് 2 അപ്പോൾ 1/2 അല്ലേ വന്നതിന് അങ്ങനെ എഴുതിയിട്ടാ. ഇനി രണ്ടിലും കോമൺ ആയിട്ട് എന്തെങ്കിലും 1 ഞാൻ പറഞ്ഞു ഒന്നുകിൽ 1/3 ഒക്കെ തട്ടകളെ. ഓക്കെ അതല്ല സാർ ഇതൊന്നും എനിക്ക് പേടിയാണ് 1/3 പേടിയുള്ള ആൾക്കാർ ഇവിടെ നോക്ക്. ഓക്കെ P of I 1/3 എല്ലാത്തിലും കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടടാ 1 പ്ലസ് പിന്നെ ഇവിടെ 0 പ്ലസ് 1/2 അല്ലേ കിട്ടുള്ളൂ. സോ 1/3 വെട്ടിക്കും. ഓക്കെ നിങ്ങളുടെ ചോയ്സ്. ഞാൻ പറഞ്ഞു ഇവിടുന്ന് സിമ്പിളാണ് 1/1/2. സോ 1/2 പ്ലസ് 1/2 എത്രടാ 3/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോട്ടാ 1/2 ക്രോസ് മൾട്ടിപ്ലൈ 3/2 നേരെ ന്യൂമറേറ്ററിൽ കൊണ്ടുവരും. അപ്പം എന്ത് വരാടാ 1 ഇൻറ്റു 2/3. സോ ആൻസർ ഈസ് എന്താടാ 2/3. ഇതാണ് ഫൈനൽ കീ. ഓക്കെ 2/3 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ഓൾറെഡി ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ബേസ് തിയറം വരികയാണെങ്കിൽ ചിലപ്പോൾ ചോദിച്ചാലും എടാ ഒരു വട്ടം കൂടെ നിങ്ങൾ കണ്ടോ, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ആവും എടാ നിങ്ങൾക്ക് ഞാനിവിടെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിവിടെ ചെയ്തു തന്നിട്ടുണ്ട്. മക്കളെ ഇനി ശ്രദ്ധിക്കും മക്കളെ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കടാ. രാത്രി ആയിരിക്കും ചിലപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടാവുക. നിങ്ങൾ കണ്ടു സമാധാനമായിട്ട് ഒരു വട്ടം എഴുതി പഠിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി പഠിക്കുക, അല്ലെങ്കിൽ ഒന്ന് നോക്കുക. ജസ്റ്റ് നോക്കിയിട്ട് എക്സാമിന് പോവുക ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് എഴുതാൻ പറ്റും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യടാ. കുറേ പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. അതുപോലെ ഒരു ലൈക്കൊക്കെ അടിച്ചേ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ മനസ്സ് തുറന്നിട്ടൊന്ന് എഴുതി എല്ലാ കുട്ടികളും കാണട്ടെ, സാറും കൂടെ കാണട്ടെ എന്തായാലും നാളെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിവ്യൂ പറയുന്നുണ്ട്. ഏറ്റവും ആദ്യത്തിൽ തന്നെ ഞാൻ എക്സാമിൻ്റെ റിവ്യൂ പറയുന്നുണ്ട്. എന്താണ് ലെവൽ, എങ്ങനെയാണ് നമ്മളുടെ സാധ്യത, അതൊക്കെ വന്നോ സംഭവിച്ചോ, മറ്റുള്ള യൂട്യൂബ് ചാനലുകൾ എന്തൊക്കെ പ്രവചിച്ചു എന്നൊക്കെ നമുക്ക് നോക്കാം. നാളെ നമുക്കൊരു ഡിസ്കഷനൊക്കെ ഉണ്ടാക്കാം. ഏറ്റവും നേരത്തെ തന്നെ എക്സാം കഴിഞ്ഞ് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്.